ഓക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഓരോ ഓർഗാനിസത്തിൽ ഇപ്പൊ ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ ഹാബിറ്റാറ്റ്, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ പറഞ്ഞു. ഇപ്പോൾ അമീബ ആണെങ്കിൽ വേഗം പറഞ്ഞു പോകുക കേട്ടോ. അമീബ ആണെങ്കിൽ അതിന്റെ സ്കിൻ സർഫസ് ആണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. പ്രോട്ടോസോവനിൽ പെട്ടതാണ്. പ്രോട്ടിസ്റ്റ, ആനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റ അല്ലെങ്കിൽ പ്രോട്ടോസോവൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് അതിന്റെ സ്കിൻ അല്ലെങ്കിൽ ബോഡി സർഫസ്, സ്കിൻ എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ബോഡി സർഫസ് ആണ് അല്ലെ. അതുപോലെ സീലൻഡ്രേറ്റ്സ്, അതുപോലെ സ്പോഞ്ചസ്, ഇതിനൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് ഡിഫ്യൂഷൻ വഴിയാണ് അവരുടെ ബ്രീതിങ് അല്ലെങ്കിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലെ. ഇവിടെ ഞാൻ അറിയാതെങ്കിലും റെസ്പിറേഷൻ എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ സെൻസ് ഓഫ് ബ്രീതിങ് ആണ് കേട്ടോ. റെസ്പിറേഷൻ എന്നുള്ളത് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷനെ പറ്റിയിട്ടാണ് അവിടെ നമ്മൾ പഠിക്കും, വേറെ ചാപ്റ്ററിൽ പഠിക്കും. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, അതുപോലെ ഇപ്പോ ക്യൂട്ടിക്കുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ക്യൂട്ടിക്കിൾ, ഇത് ആരിലൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ക്യൂട്ടിക്കുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് എർത്ത്വം, അനലിഡ്സില് എർത്ത്വമിൽ അതൊക്കെ ഉണ്ട്. പിന്നെ ക്യൂട്ടിക്കിൾ, ക്യൂട്ടേനിയസ്, ക്യൂട്ടിക്കുലാർ, ക്യൂട്ടേനിയസ് എന്നൊക്കെ പറയും. എർത്ത്വം മാത്രമേ ഉള്ളൂ. അനലിഡിൽ നമ്മൾ എക്സാം ആയിട്ട് എർത്ത്വം പറഞ്ഞു, വേറൊരെണ്ണം പറഞ്ഞേ സ്പോഞ്ചസോ. ക്യൂട്ടിക്കുലാർ എർത്ത്വം സ്പോഞ്ചസിൽ വരുന്നുണ്ടോ? അത് സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലേ, അതിന് ക്യൂട്ടിക്കിൾ എന്നൊന്നും പറയുന്നില്ല. അതുപോലെ ആംഫീബിയൻസ് കേട്ടോ, ആംഫീബിയൻസ് നിങ്ങൾ പറയുന്നുണ്ട്, ക്ലിയർ ആണ്. ആംഫീബിയൻസ്, ഇതിന്റെ ഒരു റിക്വയർമെന്റ് ഉണ്ട്. ഇങ്ങനെ ക്യൂട്ടിക്കുലാർ റെസ്പിറേഷൻ നടക്കണമെങ്കിൽ ഈ ആംഫീബിയൻസിന് അതുപോലെ അനലിഡ്സിനൊക്കെ അവരുടെ സ്കിൻ മസ്റ്റ് ബി വെരി മോയിസ്റ്റ് കേട്ടോ. മോയിസ്റ്റ് സ്കിൻ ആയിരിക്കണം. അതുപോലെ ഇറ്റ് മസ്റ്റ് ബി ഹൈലി വാസ്കുലർ. ഈ രണ്ട് കണ്ടീഷൻസ് അവിടെ വേണം. നല്ല പോലെ ബ്ലഡ് വെസൽസ്, ഹൈ സപ്ലൈ ഓഫ് ബ്ലഡ് ഉണ്ടായിരിക്കണം. മാത്രമല്ല മോസ്റ്റ് സർഫസ് ആയിരിക്കണം, മോയിസ്റ്റ് സ്കിൻ ആയിരിക്കണം. ഇതുള്ള ആൾക്കാർക്ക് മാത്രമാണ് ക്യൂട്ടിക്കുലാർ റെസ്പിറേഷൻ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഗ്രാസ് ഹോപ്പർ വിച്ച് ഫോം? എന്നോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഞാനാണ് നീറ്റ് എഴുതുന്നത് കേട്ടോ. അതവിടെ ആൻസർ പുറത്തുനിന്ന് അഞ്ചല ചാടി കയറി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇൻസെക്റ്റുകള്, ഓക്കെ, ഇൻസെക്ട് ഞാൻ വെറുതെ പറഞ്ഞാണ് സാഹിദ്. ഇൻസെക്ട്, ഗ്രാസ് ഹോപ്പർ മാത്രമല്ല, നമ്മുടെ ഏത് ഇൻസെക്റ്റുകളാണെങ്കിലും അവർക്ക് എന്താണ് ട്രക്കിയൽ സിസ്റ്റം ആണ് ഉള്ളത് കേട്ടോ. ഈ ട്രക്കിയൽ സിസ്റ്റം, ട്രക്കിയ എന്ന വാക്ക് അതേപോലെ എടുത്തിട്ട് നമ്മൾ ആരിൽ യൂസ് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ബീയിങ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഇൻസെക്റ്റുകളുടെ ട്രക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അത് ഇങ്ങനെ വരും. ദ ഓപ്പണിംഗ് ഓഫ് ദ ട്രക്കിയ ഈസ് നോൺ ആസ് ഡാഷ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഓപ്പണിംഗ് ഓഫ് ദ ട്രക്കിയ, സോറി, ഓപ്പണിംഗ് ഓഫ് ദ ട്രക്കിയ, ഗ്ലോട്ടിസ്. നമ്മുടെ അല്ല, ഇൻസെക്റ്റിന്റെ ട്രക്കിയയുടെ ട്രക്കിയൽ സിസ്റ്റത്തിന്റെ ഓപ്പണിങ്ങിനെ എന്ത് പറയും? ഇൻസെക്റ്റിന്റെ സ്പൈറക്കിൾ, സ്പൈറക്കിൾ. ഓക്കെ, ട്രക്കിയ ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് വരുന്നത്. അതിനും റിംഗ്ഡ് ആയിട്ടുള്ള ഇത് തന്നെയാണുള്ളത് ട്രക്കിയ. ദെൻ ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ഇൻടു ട്രക്കിയോൾസ് ലൈക്ക് ദിസ്. ഓക്കെ, ട്രക്കിയ ഇങ്ങനെയാണ് ഇൻസെക്റ്റിന്റെ ട്രക്കിയൽ സിസ്റ്റം വരുന്നത്. അതിന്റെ ഓപ്പണിങ്ങിനെ നമ്മൾ പറയുന്നതാണ് സ്പൈറക്കിൾസ് കേട്ടോ. അത് നമ്മുടെ കോക്രോച്ച് ഒക്കെ ആണെങ്കിൽ അതിന് എത്ര സ്പൈറക്കിൾസ് ഉണ്ട്? കോക്രോച്ച്, ഹൗ മെനി സ്പൈറക്കിൾസ്? സ്പൈറക്കിൾസ്, ഓക്കെ, നമ്പർ ഈസ് ഇമ്പോർട്ടന്റ്. സ്പൈറക്കിൾസ് 10, വെറും 10 അല്ല, 10 പെയേഴ്സ് കേട്ടോ. 10 പെയേഴ്സ്, 10 പെയേഴ്സ്, ക്ലിയർ, 10 പെയേഴ്സ്. ഓക്കെ, അതില് അവരുടെ ബോഡി, ഇപ്പൊ കോക്രോച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബോഡി ഈസ് ഡിവിസിബിൾ ഇൻ ടു ഹെഡ്, തൊറാക്സ്, ദെൻ അബ്ഡോമൻ അല്ലെ. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. കോക്രോച്ച് എന്ന് വിചാരിക്കുക കേട്ടോ. കോക്രോച്ച്, ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. തൊറാക്സിലാണെങ്കിൽ 2 പെയർ, അബ്ഡോമനിലാണെങ്കിൽ 8 പെയർ. അങ്ങനെയാണ് 2 + 8 = 10 എന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. 10 പെയേഴ്സ് എന്ന് വേണം പറയാൻ, 20 നമ്പർ എന്ന് പറയാം. കാരണം 2 ലാറ്ററൽ സൈഡിലായിട്ടാണ്, ബോഡിയുടെ ലാറ്ററൽ സൈഡിലായിട്ടാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഹെഡില് സ്പൈറക്കിൾസ് ഒന്നുമില്ല. റെസ്പിറേറ്ററി സിസ്റ്റം, എയർ ഉള്ളിലേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനും ഹെഡിൽ യാതൊരു മെക്കാനിസം അവിടെ ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്. അതുപോലെ ഇൻസെക്റ്റിന്റെ കേസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന വേറെ ഒരു ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ഉണ്ട്, കേട്ടുണ്ടോ? ബ്രാങ്കിയൽ റെസ്പിറേഷൻ. എന്താ ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? പറ,
branchial. Okay, branchial respiration. ഫിഷ് അല്ല, എന്താണ് ബ്രാങ്കിയൽ റെസ്പിറേഷൻ? അത് ഫിഷിലുള്ളതാണ്. ഓക്കെ, ഫിഷിൽ മാത്രമല്ല ഉള്ളത്, വേറെ ഓർഗാനിസത്തിൽ ഉണ്ട്. പക്ഷെ അതെന്താണ് ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഗിൽസ് വഴിയുള്ള റെസ്പിറേഷനെയാണ് നമ്മൾ ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോ ചില ആർത്രോപോഡൻസ് ലൈക്ക് നമ്മളുടെ സ്പൈഡർ, അരാക്കനിഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആർത്രോപോഡയിൽ വരുന്ന ഒരു ക്ലാസ് ആണ് അരാക്കനിഡ്. സ്പൈഡർ, സ്കോർപിയോൺ മുതലായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നതാണ്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ബുക്ക് ലങ്സ് ആണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഡിഫറെന്റ് ഓർഗാനിസംസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി സിസ്റ്റംസ് നമുക്ക് കാണാൻ പറ്റും. നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻ ബീങ്സ്. നമുക്കറിയാം നമ്മളുടെ പ്രിൻസിപ്പൽ റെസ്പിറേറ്ററി ഓർഗന്റെ പേര് ലങ്സ് എന്നുള്ളതാണ്. നമ്മളുടെ തൊറാസിക് ക്യാവിറ്റിയിലാണ് ലങ്സ് ഉള്ളത്. തൊറാസിക് ക്യാവിറ്റി ഒരു എയർ ടൈറ്റ് ക്യാവിറ്റി ആണ്. ഓക്കെ, എയർ ടൈറ്റ് ക്യാവിറ്റി. ഇനി എങ്ങനെയാ നമ്മളുടെ ലങ്സ് വരുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിക്കാം. നമ്മളുടെ നേസൽ ക്യാവിറ്റി ഉണ്ട്. നേസൽ ക്യാവിറ്റിയിൽ നിന്ന് there is a construction which goes into funnel like a pharynx. Okay, funnel like pharynx it comes. Then larynx is there. അത് കഴിഞ്ഞാൽ ട്രക്കിയ അതിങ്ങനെ പോകുന്നു. This trachea is divided into bronchus. Okay, bronchus ഇങ്ങനെ വരുന്നു. ഈ bronchus again divided into certain എന്താ പറയുന്നത് bronchioles, primary, secondary, tertiary ഇങ്ങനെയൊക്കെ വരുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് ആണ്. അതിൽ റൈറ്റ് ലങ് കുറച്ച് വലുപ്പം കൂടുതലും ലെഫ്റ്റ് ലങ് കുറച്ച് വലുപ്പം കുറവുമാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലാണ് ഹാർട്ട്. അപ്പൊ തൊറാസിക് ക്യാവിറ്റിയിൽ ഹാർട്ടിനെയും കൂടി അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ കുറച്ച് ഹാർട്ട് ഒന്ന് ഇങ്ങനെ ഇടത്തോട്ട് നീങ്ങിയിരിക്കുന്നത് കൊണ്ട് അവിടെ എന്താ പറയാ ഒരു നോച്ച് ഫോം ചെയ്യുന്നുണ്ട് നമ്മുടെ ലങ്സില്. കാർഡിയാക് നോച്ച് എന്ന് പറയും കേട്ടോ. ആ കാർഡിയാക് നോച്ചും കൂടി ഉള്ള കാരണം ലെഫ്റ്റ് ലങ് മിക്കവാറും എന്താണ് കുറച്ച് വലുപ്പം കുറവാണ് കമ്പയർ ടു ദ റൈറ്റ് ലങ്ങിനേക്കാളും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ ലെഫ്റ്റ് ലങ് ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, കണ്ടോ ഇങ്ങനെ ഒരു നോച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെയാണ് നമ്മളുടെ ഹാർട്ടിനെ അത് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ക്യാൻ സീ ഇറ്റ് കേട്ടോ. ഇതാണ്. അപ്പൊ ഇത് തൊറാസിക് ക്യാവിറ്റിയിലാണ് ഉള്ളത്. തൊറാസിക് ക്യാവിറ്റി. ഈ തൊറാസിക് ക്യാവിറ്റി എന്തൊക്കെ കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. വെൻട്രൽ സൈഡിൽ സ്റ്റെർണം, ബാക്കിൽ നമ്മളുടെ എന്താണ് വെർട്ടിബ്രൽ കോളം, ലാറ്ററൽ സൈഡ്സിൽ നമ്മളുടെ റിബ്സ്, അതുപോലെ പോസ്റ്റീരിയർ സൈഡിൽ നമ്മൾക്ക് എന്താണ് ഉള്ളത്? ഇറ്റ് ഈസ് എ ഡോം ഷേപ്ഡ് മസ്കുലാർ ഡയഫ്രം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. എന്താണ് ഇവിടെ താഴത്ത് കാണാൻ പറ്റുന്നത്? ഡോം ഷേപ്ഡ് ആയിട്ടുള്ള മസ്കുലാർ ആയിട്ടുള്ള തിക്ക് ഹൈലി മസ്കുലാർ ആയിട്ടുള്ള ഡയഫ്രം ആണ് ഉള്ളത്. ഇങ്ങനെയാണ് തൊറാസിക് എയർ ടൈറ്റ് ക്യാവിറ്റി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രിൻസിപ്പൽ റെസ്പിറേറ്ററി സിസ്റ്റം. അതിൽ തന്നെ നമുക്കറിയാം ഓക്കെ. ഇനി എങ്ങനെയാണ് പറയുന്നത്? ഫാരിങ്സിനെ പറ്റി നമുക്ക് പറയുമ്പോൾ ഫാരിങ്സ് ഈസ് ദ കോമൺ പാത്വേ ഫോർ ബോത്ത് എന്താ പറയുന്നത് നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റം അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇത് രണ്ടിന്റെയും കോമൺ പാത്വേ ആണ് ഫാരിങ്സ്. ഈ അപ്പർ റീജിയനെ നമ്മൾ വിളിക്കും നേസോ ഫാരിങ്സ്, ലോവർ റീജിയനെ നമ്മൾ ലാരിംഗോ ഫാരിങ്സ് എന്ന് വിളിക്കും. കാരണം ലാരിംഗോ ഫാരിങ്സ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാരിങ്സിന്റെ തൊട്ട് താഴെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ലാരിങ്സ് കാണാൻ പറ്റുന്നുണ്ട്, വിച്ച് ഇസ് നോൺ ആസ് ദ സൗണ്ട് ബോക്സ് കേട്ടോ. സൗണ്ട് ബോക്സ് ഇവിടെ ഉണ്ട്. ആ സൗണ്ട് ബോക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് എൻ ഓപ്പണിംഗ് ഓഫ് ദ ട്രക്കിയ വിച്ച് ഇസ് നോൺ ആസ് ദ ഗ്ലോട്ടസ്. ഈ ഗ്ലോട്ടിസിനെ ഗാർഡ് ചെയ്യുന്ന
അതിന്റെ ആ ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഇസ് നോൺ ആസ് ദ എപ്പിഗ്ലോട്ടിസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു ഏത് കാർട്ടിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് എപ്പിഗ്ലോട്ടിസ് ഉണ്ടാകുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. നിങ്ങൾ അതിന് ആൻസർ ഒക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, ദാറ്റ് ഈസ് ഫൈൻ. കുറെ പേര് ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്ത് പോകാൻ നോക്കുക, അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആവുള്ളൂ. അല്ലാതെ വെറുതെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അത് നമുക്കറിയാം. അത് കഴിഞ്ഞാൽ ട്രക്കിയനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രക്കിയ എന്താണ്? ഇറ്റ് ഈസ് ഗാർഡഡ് ബൈ സി ഷേപ്ഡ് എന്താണ്? കാർട്ടിലേജിനസ് റിങ്സ്. സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ്. ഈ സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് ഏത് വരെ ഉണ്ട്? ഇങ്ങനെ ബ്രോങ്കസ്, പ്രൈമറി ബ്രോങ്കസ് ആൻഡ് സെക്കൻഡറി ബ്രോങ്കസ്. ഓക്കെ, അത് ഏത് കാർട്ടിലേജിനെ ചോദിക്കുന്നേക്കാളും മുമ്പേ അനഘ ഹയാലിൻ കാർട്ടിലേജ്. ഇറ്റ് ഇസ് ഗുഡ് 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 മൂഡ് കേട്ടോ. നല്ല ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. അത് കീപ്പ് അപ്പ് ചെയ്യുക. ഓക്കെ, അത് പ്രൈമറി ബ്രോങ്കസ്, സെക്കൻഡറി ബ്രോങ്കസ്, ടെർഷറി ബ്രോങ്കസ്, അതുവരെയും ഒക്കെ എന്താണ് നമ്മളുടെ ഇത് ഹയാലിൻ കാർട്ടിലേജ് കൊണ്ട് എന്താണ് ഇങ്ങനെ സി ഷേപ്ഡ്. സി ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇതാണ് നമ്മളുടെ ട്രക്കിയ എന്ന് വിചാരിക്കുക. ഈ ട്രക്കിയയില് സി പോലെ സി ഷേപ്പേ ഉള്ളൂ. ഇത് ട്രക്കിയ സി ഷേപ്പ്. ഓക്കെ, യു ആർ ഗെറ്റിംഗ് ഇറ്റ്. ഇതിങ്ങനെ പോയി ഇങ്ങനെ ഗാർഡ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മളുടെ ഈ സൈഡിലാണ്, വെൻട്രൽ സൈഡ് ഓഫ് ദ ട്രക്കിയ. ഡോർസൽ സൈഡ് ഓഫ് ദ ട്രക്കിയയില് അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്തുകൊണ്ടായിരിക്കും അതിങ്ങനെ ഫുൾ റിംഗ് ആവാതെ, ഇൻസ്റ്റഡ് ഓഫ് എ ഫുൾ റിംഗ്, ട്രക്കിയേനെ ഇങ്ങനെ ഫുൾ റിംഗ് ആവാതെ എന്തുകൊണ്ട് അതിങ്ങനെ സി ഷേപ്ഡ് ആയി? എനിബഡി? ഇങ്ങനെ സി ഷേപ്ഡ് ആവാനുള്ള കാരണം എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ. സി ഷേപ്ഡ് റിംഗ്സ് ഇൻസ്റ്റഡ് ഓഫ് സി ഷേപ്പിനേക്കാളും വളരെ നല്ലതല്ലേ കംപ്ലീറ്റ് റിംഗ്? എന്തായാലും എയർ കോളം കൊളാപ്സ് ചെയ്യില്ല, അതായത് ട്രക്കിയ കൊളാപ്സ് ചെയ്യില്ല. അതായത് ഇവർ പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ട്രക്കിയ ഒരു ട്യൂബ് അല്ലേ, മസ്കുലാർ ട്യൂബാണ്. മാത്രമല്ല നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ധാരാളം മ്യൂക്കസ് ഉണ്ട്. പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ? ഫോറിൻ മൈക്രോ പാർട്ടിക്കിൾസ് ഉള്ളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഡിസീസ് കോസിങ് ഏജൻസ് ഉള്ളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടി നമ്മളുടെ ഉള്ളിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ അകത്ത് മ്യൂക്കസ് സെക്രീഷൻസ് ഉണ്ട്. അപ്പോ ഈ മ്യൂക്കസിന് ഇങ്ങനെ ഒരു ഒട്ടിപ്പോ എന്ന് പറയുന്ന ഒരു നേച്ചർ ഉള്ള കാരണം, ഒട്ടിപ്പോ ഉള്ള കാരണം എന്താണ്? നമ്മൾ ശ്വാസം ഒരു മിനിറ്റ് വലിച്ചില്ല എന്നുണ്ടെങ്കിൽ ട്രക്കിയ വന്നിട്ട് ഇങ്ങനെ കൊളാപ്സ് ചെയ്യും. ഇങ്ങനെ ഇരിക്കുന്ന ട്രക്കിയ എന്താവും? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ട്രക്കിയ എന്താവും? ഇങ്ങനെ കൊളാപ്സ് ചെയ്ത് പോകും, ഒട്ടിപ്പോവും, ഇങ്ങനെ ഒട്ടിപ്പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സി ഷേപ്ഡ് കാർട്ടിലേജ്. ഞാൻ ചോദിച്ചത് അത് ഫുൾ റിംഗ് ആയാൽ എന്താ പ്രോബ്ലം എന്ന് കേട്ടോ. ഈസോഫാഗസ് ബാക്കിലുള്ള കാരണമാണോ എന്നുള്ളത്? ഓഫ് കോഴ്സ് അതാണ് കാരണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി നോക്കും, ഇതിന്റെ തൊട്ട് പിന്നില്, ട്രക്കിയയുടെ തൊട്ട് പിന്നില് ആര് വരുന്നുണ്ട് ഇവിടെ? ഞാൻ കളർ ഒന്ന് മാറ്റട്ടെ കേട്ടോ. ട്രക്കിയയുടെ തൊട്ടു പിന്നിലെ ആരുണ്ട്? ഇവിടുന്ന് ഈസോഫാഗസ് വരുന്നുണ്ട് കണ്ടോ. അപ്പൊ ഈ ഈസോഫാഗസിന്റെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, വേവ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ട് അല്ലെ, ഈസോഫാഗസ്. അപ്പൊ ഇവിടെ അത് ആ ഈസോഫാഗസിന്റെ സൈഡിലും, ഇപ്പൊ ട്രക്കിയ ഫ്രണ്ടില്, ഈസോഫാഗസ് ബാക്കില്. യു ആർ ഗെറ്റിംഗ്? ട്രക്കിയ ഇതാണ് ട്രക്കിയ എങ്കിൽ അത് ഫ്രണ്ടില്, ഈസോഫാഗസ് അതിന്റെ ബാക്കിലാണ് ഉള്ളത്. അപ്പൊ ഈ ട്രക്കിയയുടെ ഈ ഡോർസൽ സൈഡില്, okay, this is the ventral side where you have that C-shaped ring. C-shaped rings ഇങ്ങനെയുണ്ട്. അതിന്റെ ബാക്ക് സൈഡിൽ ആ റിങ് ഉണ്ടെങ്കിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിനെ അഫക്ട് ചെയ്യും. അപ്പൊ ഫുഡ് ഇങ്ങോട്ട് വരില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയേണ്ടി വരും. അതിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡിൽ മാത്രം നമുക്ക് സി ഷേപ്പ്. യു ജസ്റ്റ് തിങ്ക് ഹൗ ദാറ്റ് എവല്യൂഷൻ വർക്ക്സ്. ഓക്കെ, ഡിസൈനിങ് കേട്ടോ. Okay, ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് an intelligent design or it is a result of evolution? What do you think? Just a question. You think that someone designed it or it is just a result of evolution? I just want to get your idea because evolution, oh, result of evolution. ഈ ക്ലാസ്സിൽ ദൈവവിശ്വാസികൾ ആരും ഇല്ലേ? Evolution, okay, someone designed it. Aslaha Rizwana, someone designed it. Okay. Someone Noorin, okay. Amal PP ഉണ്ട്, ഡിസൈൻ ഉണ്ട് എന്നാണ് പറയുന്നത്. Someone designed it. Okay, fine. Okay, but I got only a very few responses, hardly 10 I think. 10, yeah. ബാക്കി പിള്ളേരൊക്കെ എവിടെ പോയി? ഉഷാറായി ഉറങ്ങിയോ?
ഡിസൈൻഡ് സ്ട്രക്ചർ ദാറ്റ് ഗോട്ട് ബെറ്റർ വിത്ത് എവല്യൂഷൻ. ആ രണ്ട് വഞ്ചിയിലും കൂടി കാലിടാൻ പാടില്ല, ഏതെങ്കിലും ഒന്ന് കേട്ടാ. ബോത്ത് ഐ തിങ്ക് ഡിസൈൻഡ് ഇറ്റ്. ഓക്കെ, ആദ്യം ഡിസൈൻ ചെയ്തു പിന്നെ എവല്യൂഷനിൽ എലോ ചെയ്തു. ഓക്കെ, രണ്ട് വഞ്ചിയിലും കാലിട്ട രണ്ടുപേരുണ്ട്. ഇന്റലിജന്റ് ഡിസൈൻ ഹല്യാപ്പിയൻ. ഓക്കെ, ഫൈൻ ഫൈൻ. എനിഹൗ, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ എവല്യൂഷന്റെ ചാപ്റ്ററിൽ നമുക്ക് ഒന്നും കൂടി അതിനെ സംസാരിക്കാം. ഞാൻ തന്നെയായിരിക്കും മിക്കവാറും എവല്യൂഷൻ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഈ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ സൂപ്പറാണ്. ഏത് റിപ്പീറ്റേഴ്സിന്റെ ക്ലാസ്സിൽ ഇതൊരു ദിവസം ചർച്ച ഫുള്ള് പോകും, അടിയവും വഴക്കവും. ലാമാർക്കിസം യൂസ് ആൻഡ് ഡിസ്യൂസ്. ഓക്കെ ഓക്കെ, ഗൗതം വിഷ്ണു, ഫൈൻ. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ കുറച്ചും കൂടി ഐഡിയ നിങ്ങൾക്ക് വരും കേട്ടോ. ഫൈൻ. അപ്പൊ ഇതൊന്നും അല്ല നമ്മൾ പറഞ്ഞു വരണേ. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞു അതുപോലെ ലങ്സിനെ പറ്റി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ? ലങ്സിന് റൈറ്റ് ലങ്സിന് എത്ര ലോബ് ഉണ്ട്? 3 ലോബ് ഉണ്ട്. ഓക്കെ, ആ 3 ലോബ് എങ്ങനെയൊക്കെയാ വരുന്നത്? റൈറ്റ് ലങ്ങിന്റെ ആദ്യം അതിന് ഇതാണ് റൈറ്റ് ലങ്, വലുതാണ് റൈറ്റ് ലങ്. അതിന് ഒരു ട്രാൻസ്വേഴ്സ് ഉണ്ട്, ദെൻ ഒരു ഒബ്ലീക്ക് ആയിട്ടുള്ള ഫിഷർ ഉണ്ട്. ഇങ്ങനെ 3 ലോബ്സ്. അതുപോലെ ഇതിന് എന്ത് മാത്രമേ ഉള്ളൂ? ഈ ഒബ്ലീക്ക് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ 2 ലോബ്. ഈ ഏരിയനെ പറയുന്ന പേരാണ് മീഡിയാസ്റ്റനിയം. ഇതാണ് കാർഡിയാക് നോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോട്ടെ. ട്രക്കിയ പ്രൈമറി ബ്രോങ്കസ്, സെക്കൻഡറി ബ്രോങ്കസ്, ടെർഷറി ബ്രോങ്കസ്. അത് കഴിഞ്ഞാൽ ബ്രോങ്കിയോൾസ്. ഈ ബ്രോങ്കിയോൾസ് ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് ടെർമിനൽ ബ്രോങ്കിയോൾസിലാണ്. ഓക്കെ, ഇങ്ങനെ ഇതിങ്ങനെ വരച്ചിങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിക്കോളില്ലേ. ടെർമിനൽ ബ്രോങ്കിയോൾസ്. അപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ബ്രോങ്കസിനൊക്കെ എന്തുണ്ട്? ഈ പറഞ്ഞ പോലെ സി ഷേപ്ഡ് റിങ്സ് ഉണ്ട്. ടെർമിനൽ ബ്രോങ്കിയോൾസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസിലേക്കാണ്. ഓക്കെ, ഈ റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ് ആണ് പിന്നീട് ആൽവിയോളാർ ഡക്റ്റിലേക്ക് പോകുന്നത്. ദെൻ എന്താണ്? ആൽവിയോളൈ. ഓക്കെ, മൾട്ടി ചേംബേർഡ് ആയിട്ടുള്ള ആൽവിയോളാർ സാക്ക് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ആ ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓർഡർ ചിലപ്പോൾ ചോദിക്കും. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, അത് കഴിഞ്ഞാൽ ടെർമിനൽ, അത് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി, ദെൻ എന്താണ് 3 എന്ന് പറഞ്ഞ അത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ ആൽവിയോളർ. ആൽവിയോളസ് എന്ന് പറയുന്നത് ലൈൻ ചെയ്യുന്നത് ഏതാണ്? ലോബ്സ്, 3 ലോബ്സ്. ഓക്കെ, കിട്ടി. ഓക്കെ, ഫൈൻ. അപ്പൊ റൈറ്റ് ലങ്, ലെഫ്റ്റ് ലങ്, അതൊക്കെ ഞാൻ പറഞ്ഞു. അത് ആൽവിയോളാർ സാക്സ്, അതിനാണ് ആൽവിയോള എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ലൈൻഡ് ബൈ സ്ക്വാമസ് എപ്പിത്തീലിയം കേട്ടോ. അപ്പൊ അതിന്റെ ഇത് തന്നിട്ടുണ്ട് നമുക്ക്, ആൽവിയോളാർ കാവിറ്റിയുടെ സ്ട്രക്ചർ ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ അതിന് എങ്ങനെയാണ് ഉണ്ടാവുന്ന? ഒരു സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ ഒരു ലൈനിങ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ തന്ന ഫിഗറിന്റെ കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ. സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ ഒരു ലൈനിങ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ കാപ്പിലറിയുടെ 2 ലൈനിങ് ഉണ്ടായിരിക്കും, ബേസ്മെന്റ് മെംബ്രെയിൻ, കാപ്പിലറി. ഓക്കെ, ബേസ്മെന്റ് മെംബ്രെയിൻ ഉണ്ടായിരിക്കും. കണ്ടോ, ഈ നമ്മുടെ എപ്പിത്തീലിയത്തിന്റെ ചാപ്റ്ററിൽ ബേസ്മെന്റ് മെംബ്രെയിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ ടെക്സ്റ്റിലെ എപ്പിത്തീലിയം സ്ക്വാമസ് എപ്പിത്തീലിയം ആണെങ്കിലും കൊളുംനാർ എപ്പിത്തീലിയം ആണെങ്കിലും ബേസ്മെന്റ് മെംബ്രെയിൻ എന്നുള്ള ഒരു വാക്ക് ടെക്സ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? പക്ഷെ ഇവിടെ ആൽവിയോളയുടെ ഫിഗർ എടുത്ത് നോക്കുക, ടെക്സ്റ്റിലെ പേജ് നമ്പർ 273. അതില് സ്ക്വാമസ് നമ്മളുടെ എന്താ പറയുന്നേ, ആൽവിയോളയെ സ്ക്വാമസ് എപ്പിത്തീലിയം കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ ബേസ്മെന്റ് മെംബ്രെയിൻ കാണിച്ചിട്ടുണ്ട്. ഈ NCERT പ്രോബ്ലം അതാണ്. ഐഡിയ പലതായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഡിസ്പോസ് ചെയ്തിട്ടാണ് ഐഡിയ കിടക്കുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല എന്നുള്ളതിന്റെ ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഞാൻ അത് പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ലൈൻഡ് ബൈ സ്ക്വാമസ് എപ്പിത്തീലിയം. ഇവിടെ സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ട്. ഈ സ്ക്വാമസ് എപ്പിത്തീലിയം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസ്മെന്റ് മെംബ്രെയിൻ. അതിന്റെ തൊട്ട് ബാക്കിൽ ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ആ ബേസ്മെന്റ് മെംബ്രെയിൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ എന്താണ് ബ്ലഡ് വെസൽസ് പോകുന്നത്. തൊട്ട് താഴെ ബ്ലഡ് വെസൽസ് പോകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഫോം ചെയ്യുന്നത്. എഗൈൻ ബ്ലഡ് വെസൽ എന്തുകൊണ്ടാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ചിത്രം ഒന്നും അങ്ങനെ സമയത്ത് വരയ്ക്കാൻ നമുക്ക് സമയമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ പറയുന്നത്, റെസ്പിറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ലങ്സിൽ എത്തുന്നു. റെസ്പിറേഷന്റെ സമയത്ത് ലങ്സിലേക്ക് എത്തിയ ആൽവിയോളയിൽ വെച്ചിട്ടാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഓക്കെ, ഇനി സ്റ്റെപ്സ് ഇൻ ദ റെസ്പിറേഷൻ. റെസ്പിറേഷനിലെ ഏതൊക്കെയാണ് സ്റ്റെപ്സ്? ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് പല പ്രാവശ്യം ചോദിക്കാറുണ്ട്. നമ്മളോട് ഓർഡർ കറക്റ്റ് ചെയ്യാൻ പറയും. ഏതാണ് ഓർഡർ, ഏത് ഇവന്റ് ആണ് ആദ്യം നടക്കുന്നത് എന്നുള്ളത്. ഏറ്റവും ആദ്യം നടക്കുന്ന ഇവന്റ് എന്ന് പറയുന്നത് പൾമണറി
വെന്റിലേഷൻ ആണ്. പൾമണറി വെന്റിലേഷൻ. പൾമണറി വെന്റിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിനും റെസ്പിറേറ്ററി സിസ്റ്റത്തിനും ഇടയിൽ നടക്കുന്ന വെന്റിലേഷൻ, ഇൻ ആൻഡ് ഔട്ട് ഓഫ് ഗ്യാസ് ഇസ് നോൺ ആസ് ദ പൾമണറി വെന്റിലേഷൻ. രണ്ടാമത് നടക്കുന്ന പ്രോസസ് എന്താണ്? ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ് അക്രോസ് ദ ആൽവിയോളാർ മെംബ്രെയിൻ. ഡിഫ്യൂഷൻ അക്രോസ് ആൽവിയോളാർ മെംബ്രെയിൻ രണ്ടാമത് നടക്കുന്നത്. ഇത് നമുക്കറിയാം കേട്ടോ, പക്ഷെ പലപ്പോഴും നമുക്ക് എന്താണ്, കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, INSP എക്സ്പെർട്ട്, അതൊക്കെ മനസ്സിലായില്ല. ക്യാൻ യു ടെൽ ദ ഓർഡർ വൺസ് മോർ സർ? ഏതിന്റെ ഓർഡറാണ് ഇമ്രാൻ അമീറെ? നമ്മളുടെ ഇതിന്റെ ആണോ, റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ആണോ? റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ കേട്ടോ, ബ്രോങ്കൈ എന്നുള്ളത് റൈറ്റ്, അതുപോലെ ലെഫ്റ്റ് ആയിട്ട് തിരിക്കും. അത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. ഒരു മിനിറ്റ് കേട്ടോ സാഹിദ്, അവിടെ നിൽക്കുക, നിന്റെ അടുത്ത് ഞാൻ വരാം, ഒരു മിനിറ്റ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോങ്കിയോൾസ്. ഓക്കെ, ബ്രോങ്കിയോൾസ് ടെർമിനൽ ബ്രോങ്കിയോൾസ് ആയിട്ട് വന്ന് നിൽക്കും. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ബ്രോങ്കിയോൾസ്, അത് എവിടെ വന്നിട്ട് ടെർമിനൽ ബ്രോങ്കിയോൾസ് ആയിട്ട് നിൽക്കും. ടെർമിനൽ ബ്രോങ്കിയോൾസ് കഴിഞ്ഞാൽ വരുന്നത് റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ് ആണ്. അതിൽ ടെർമിനൽ ബ്രോങ്കിയോൾസ് തൊട്ടിട്ട് എന്തില്ല? സി ഷേപ്ഡ് ഹയാലിൻ കാർട്ടിലേജിനസ് റിങ് ഇല്ല. ടെർമിനൽ കാർട്ടിലേജ് വരെയുള്ളൂ. ദാറ്റ് മീൻസ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അത് വരെ ഉള്ളൂ. ഓക്കെ കേട്ടോ, ടെർമിനൽ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ടെർമിനൽ കഴിഞ്ഞാൽ റെസ്പിറേറ്ററി, അത് കഴിഞ്ഞാൽ ആൽവിയോളാർ ഡക്ട്. ഓക്കെ, ഇതില് ടെർമിനൽ ബ്രോങ്കിയോൾ വരെ, അതായത് ട്രക്കിയ മുതൽ ടെർമിനൽ ബ്രോങ്കിയോൾ വരെ ഉള്ളതിനെ നമ്മൾ കണ്ടക്ടിങ് സോൺ എന്ന് പറയും. ഓക്കെ, കണ്ടക്ടിങ് സോൺ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി സോൺ, വേർ ആക്ച്വൽ exchange of gas between blood and that lungs takes place. Okay, lungs spongy appearance ആണുള്ളത് because of the alveoli. Okay, I hope ഇപ്പൊ കിട്ടി തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ആൾ ചോദിച്ചത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? പൾമണറി വെന്റിലേഷനെ ഇൻസ്പിറേഷൻ എന്നാണോ പറയാൻ ചോദിച്ചു? അല്ല, ഇൻസ്പിറേഷൻ മാത്രമല്ല, ഇൻസ്പിറേഷനും എക്സ്പിറേഷനും പൾമണറി വെന്റിലേഷനിൽ നടക്കുന്നില്ലേ? ഇൻസ്പിറേഷനും എക്സ്പിറേഷനും അതിലുണ്ട്. ഞാൻ വരും, ആ പോയിന്റിലേക്ക് വരും കേട്ടോ. രണ്ട് ഡിഫ്യൂഷൻ ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് ദ ഗ്യാസസ്. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ്. ഓക്കെ, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ് എവിടുന്നാണ്? ഫ്രം ലങ്സ് ടു ദ ടിഷ്യൂസ്, അല്ലെങ്കിൽ ലങ്സ് ടു ദ ടിഷ്യൂസ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബൈ ബ്ലഡ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലഡ് ആണ് അതിനെ കൊണ്ടുപോകുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ. രണ്ട് ഡിഫ്യൂഷൻ കേട്ടോ. ആദ്യത്തെ ഡിഫ്യൂഷൻ നടക്കുന്നത് ലങ്സില്, ആൽവിയോളയില്, ഇവിടെ നടക്കുന്നതാണ് ഫസ്റ്റ് ഡിഫ്യൂഷൻ. രണ്ടാമത്തെ ഡിഫ്യൂഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. ഈ ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് സെൽസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ സെൽസ് ആണ്. ബ്ലഡ് കാപ്പിലറീസ് ഇങ്ങനെ പോകുന്നു. ഈ ഫ്ലൂയിഡിന്റെ ഈ പാർട്ടിന്റെ ഇവിടെയുള്ള ഫ്ലൂയിഡിനെ നമ്മൾ എന്താ പേര് പറയാ? ഇതൊരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ ഇല്ലേ? ആ ഫ്ലൂയിഡിന് എന്ത് പേര് പറയും? പോരട്ടെ, ലിംഫോ. മണ്ടക്കടി ലിംഫ. ടിഷ്യൂ ഫ്ലൂയിഡാ, അങ്ങനെ പറ്റിക്കല്ലേ. കറക്റ്റ് പേര് പറ. പ്ലൂറയോ? എന്താണ് അഞ്ജല ഷെറിൻ? ആലോചിക്കൂ. ബ്ലഡ് വെസൽ ഇതാ, ഇവിടെ നിന്ന് പോകുന്ന ബ്ലഡ് വെസൽ നേരെ ഇങ്ങനെ പോയി, അത് ഓരോ ഓർഗനിലേക്ക് എത്തി, അത് ടിഷ്യൂവിന്റെ ഉള്ളിലേക്ക് എത്തി, ബ്ലഡ് കാപ്പിലറീസ് ആയി, സെല്ലുകൾ വന്നു. ആ സെല്ലുകളുടെ ഇടയിലുള്ള ഫ്ലൂയിഡിനെ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നാണ് പറയാ. ഓക്കെ, ഒരു കാര്യം ഓക്കെ, അതായത് ഈ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിനെ ഇവിടെ നിന്ന് ലിംഫ് വെസലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോ അതിന്റെ പേര് ലിംഫ്. പക്ഷെ സെല്ലിന്റെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ പേര് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ലിംഫ് എന്ന് ഉത്തരം പറഞ്ഞവർക്കുള്ള ആൻസർ ആണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. സെല്ലിന്റെ ടിഷ്യൂവിന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് അതിന്റെ പേര് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. അത് ലിംഫ് വഴി കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ പേര് ലിംഫ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ അതറിയാം. രണ്ടാമത്തെ ഡിഫ്യൂഷൻ നടക്കുന്നത് കാപ്പിലറീസും ഈ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡും തമ്മിലാണ്. ആൻഡ് ഇവൻച്വലി ഇൻ ടു ദ സെൽ.
സെല്ലിന്റെ ഉള്ളിലേക്ക്. അപ്പൊ നമ്മൾ നാലാമത്തെ പറഞ്ഞു. അതിന്റെ അഞ്ചാമത്തെയാണ് സെല്ലുലാർ റെസ്പിറേഷൻ, സെല്ലിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നത്. അപ്പൊ ഈ ബ്രീതിങ്ങിന് ഇത്രയും 5 സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഇനി പൾമണറി വെന്റിലേഷൻ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ആക്ച്വലി എന്താ പൾമണറി വെന്റിലേഷൻ? ഞാൻ പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു അതിന് ഇൻസ്പിരേഷൻ എന്നാണോ സാറേ പറയാന്നൊക്കെ ഇപ്പൊ ചോദിച്ചു എൻ്റെ അടുത്ത്. അതിന് ഇൻസ്പിരേഷൻ മാത്രമല്ല, അതിലെ എക്സ്പിരേഷനും ഇൻവോൾവ് ആണ്. ഉള്ളിലേക്ക് മാത്രം പോകുന്നതല്ലോ, പുറത്തേക്കും വരുന്നില്ലേ? ഒന്നിങ്ങനെ ആക്കി നോക്കി, മൂക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്തേക്കും പോകുന്നുണ്ട്, ഉള്ളിലേക്കും വരുന്നുണ്ട് അല്ലെ? ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ഇപ്പൊ പൾമണറി വെന്റിലേഷൻ കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഇൻസ്പിരേഷൻ ആസ് വെൽ ആസ് എക്സ്പിരേഷൻ. ക്ലിയർ? അതിൽ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ആക്റ്റീവ് പ്രോസസ്. എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഇറ്റ് ഈസ് എ ആക്റ്റീവ് പ്രോസസ് ആണ് ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. എക്സ്പിരേഷൻ ഈസ് എ പാസീവ് പ്രോസസ്. അപ്പൊ ഈ ആക്റ്റീവ് പ്രോസസ്സും പാസീവ് പ്രോസസ്, ആക്റ്റീവ് പ്രോസസ് നടക്കണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റുകൾ വഴിയാണ്. യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ? യെസ്, ഓക്കെ. ബ്രീതിങ്, യെസ്. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ സ്വന്തമായിട്ട് ബോഡിയുടെ അവിടെയും ആ ഭാഗത്തും ഈ ഭാഗത്തും ബോഡിയുടെ മസിൽസ് കാരണമായിട്ടുണ്ടാവുന്നതിനാണ് മൂവ്മെന്റ്. എൻറ്റയർ ഓർഗാനിസത്തിന്റെ പൊസിഷൻ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് മാറുന്നതാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയുക അല്ലെ? മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട്. അപ്പൊ ഇവിടെ മസ്കുലാർ മൂവ്മെന്റ്സ്, particularly muscles related to the thorax and ഏതാണ് diaphragm, thorax and diaphragm. ഇത് രണ്ടും ഇൻവോൾവ് ആയിട്ട് നടക്കുന്ന മൂവ്മെന്റുകൾ വഴി thoracic cavityയുടെ വോളിയത്തിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസ്. ഓഫ് കോഴ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മളുടെ ലങ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന കാവിറ്റിയുടെ പേര് thoracic cavity എന്നാണ്. അതൊരു ബോക്സ് ലൈക്ക് ആണ്. ഓക്കെ, ഒരു ബോക്സ് ലൈക്ക് ആണ്. ഈ ബോക്സിന്റെ അടിയിൽ കാണുന്ന തിക്ക് മസിലിന്റെ പേരാണ് ഡയഫ്രം. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇതിന്റെ ഉള്ളിലാണ് ലങ്സ് ഉള്ളത്. ഓക്കെ, ഈ ലങ്സ് നിൽക്കുന്ന ഈ കാവിറ്റിയുടെ ഇറ്റ് ഈസ് എ എയർ ടൈറ്റ് കാവിറ്റി ആണ് കേട്ടോ. അത് ഒരു എയർ ടൈറ്റ് കാവിറ്റി ആണ്. ഓക്കെ, thoracic cavity. ട്രക്കിയ പുറത്തേക്ക് പോകുന്നു. ഓഫ് കോഴ്സ് നമുക്കത് മനസ്സിലാവും. കൺട്രോൾ സെറ്റ്. ഓക്കെ, അത് നമുക്കറിയാം. ഓക്കെ, അത് ഞാൻ അവിടെ കാണിക്കുന്നില്ല. എയർ ടൈറ്റ് കാവിറ്റി ആണ്. ഇനി ആരൊക്കെയാണ് ഇതില് ഇൻവോൾവ് ആകുന്നത് എന്നുള്ളത്? ഇൻസ്പിരേഷൻ, വി ആർ എന്താണ്? ഓക്കെ, ക്ലിയർ? ഓക്കെ, ഓക്കെ. ഇൻസ്പിരേഷൻ. ഓക്കെ, ഇൻസ്പിരേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്പിരേഷൻ നടക്കുമ്പോൾ ഇറ്റ് ഈസ് എ ആക്റ്റീവ് പ്രോസസ് അല്ലെ? ആക്റ്റീവ് പ്രോസസ് നടക്കാൻ കാരണം ഇതെങ്ങനെയാണ് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ വോളിയം ഓഫ് ദ thoracic cavity. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻസ്പിരേഷൻ ആണെങ്കിലും എക്സ്പിരേഷൻ ആണെങ്കിലും നടക്കുന്നത് എങ്ങനെയാണ്? ഈ thoracic cavityയുടെ വോളിയത്തിലുള്ള ചേഞ്ച് വഴിയാണ്. അപ്പൊ വോളിയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കുറയും. വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ, അത് നമുക്കറിയാം അല്ലെ? അപ്പോൾ ഈ വോളിയം കൂടുതലായി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തിലേക്ക് എയർ ഫ്ലോ ചെയ്യും. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ. അതാണ് പ്രിൻസിപ്പൽ. ഇനി വോളിയം എവിടുത്തെ ചേഞ്ച് ചെയ്യുന്നു? thoracic cavityയുടെ വോളിയം ചേഞ്ച് ചെയ്യുന്നു. വോളിയം ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിബ് മസിൽസ്, റിബ്സിലുള്ള മസിൽസ്, അതിനെ നമ്മൾ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയും. ഓക്കെ, ഇന്റർകോസ്റ്റൽ മസിൽസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. ഇന്റർകോസ്റ്റൽ മസിൽസ്, ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് രണ്ടെണ്ണം ഉണ്ട്. ഇന്റേർണൽ ഇന്റർകോസ്റ്റൽ മസിൽ, എക്സ്റ്റേർണൽ ഇന്റർകോസ്റ്റൽ മസിൽ. കേട്ടോ, എന്താ ഇതെങ്ങനെയാ നമുക്ക് കാണാൻ പറ്റുക? ഞാനിപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ റിബ് എന്ന് വിചാരിക്കുക കേട്ടോ. രണ്ടാമത്തെ റിബ് അതിന്റെ അടിയിൽ ഇങ്ങനെ വരുമല്ലോ, സംശയമില്ലല്ലോ? ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ഒന്നാമത്തെ റിബ്, രണ്ടാമത്തെ റിബ്. ഈ രണ്ട് റിബിന്റെയും പുറം ഭാഗത്ത്, രണ്ട് റിബിന്റെയും പുറം ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മസിലിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. യു ആർ ഗെറ്റിംഗ് ദ ഐഡിയ ഹിയർ? കിട്ടുന്നില്ലേ? എക്സ്റ്റേർണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഉൾഭാഗത്ത് ഇൻ ദ സെൻസ് എവിടെയാണ്? ഈ റിബിന്റെ ഉൾഭാഗത്ത്. ഓക്കെ,
ശ്രദ്ധിക്കുക, റിബിന്റെ ഉൾഭാഗത്താവുമ്പോൾ നമുക്കത് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഉൾഭാഗത്താണ് ഉള്ളത്. യു ആർ ഗെറ്റിംഗ്? ഓക്കെ, ഉൾഭാഗത്താണ്. യു ഗെറ്റ് ദ ഐഡിയ? അതില് ഈ രണ്ട് ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ റിബിന്റെ? അതില് ഈ നമ്മളുടെ നിങ്ങൾ ഡയഫ്രം ഓരോരുത്തർ പറയുന്നുണ്ട്. അതില് ഇൻസ്പിരേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഡയഫ്രം. വി ആർ ടോക്കിംഗ് അബൌട്ട് ഇൻസ്പിരേഷൻ അല്ലേ? ഇൻസ്പിരേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഡയഫ്രം പ്ലസ് എക്സ്റ്റേർണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. ഏത് മസിൽ ആണെങ്കിലും അതിനാകെ രണ്ട് ഫംഗ്ഷനേ ഉള്ളൂ. ഒന്ന് കൺട്രാക്ട് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുക. അപ്പോൾ ഈ എക്സ്റ്റേർണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ശ്രദ്ധിക്കുക. ഈ എക്സ്റ്റേർണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നോക്കൂ, റിബിന്റെ മുകൾ ഭാഗത്തായിട്ട്, ഇതാണ് രണ്ട് റിബിന്റെ പുറം ഭാഗത്തായിട്ടാണ് എക്സ്റ്റേർണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. അത് കൺട്രാക്ട് ചെയ്യുമ്പോൾ റിബ്സിനെ അതിങ്ങനെ പൊക്കും. റിബ്സിനെ അതിന്റെ പൊസിഷനിൽ നിന്ന് ഒന്ന് അത് പൊക്കും. പൊക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റെർണം ഒന്നും ഇങ്ങോട്ട് തള്ളുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ റിബ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ട്രൂ റിബ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്റ്റെർണത്തിന്റെ മുകളിലേക്കാണ്. ഓക്കെ, സ്റ്റെർണത്തിന്റെ മുകളിലേക്ക് ആയതുകൊണ്ട് ഈ എക്സ്റ്റേർണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ റിബ്സ് ഒന്ന് ഇങ്ങനെ നിൽക്കും. അതുവരെ ഇങ്ങനെ ഇരുന്നിരുന്ന റിബ്സ് ഒന്ന് ഇങ്ങനെ ആവാന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഇൻക്രീസ് ചെയ്യുക. തൊറാസിക് കാവിറ്റിയുടെ വോളിയം ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രം ദ ഹയർ റീജിയൻ ഓഫ് പ്രഷർ ലോവർ റീജിയൻ ഓഫ് പ്രഷർ എയർ ഉള്ളിലേക്ക് വരിക. അപ്പൊ ആക്റ്റീവ് മസിൽ കൺട്രാക്ഷൻസ് വഴി, ആക്റ്റീവ് പ്രോസസ്. രണ്ടാമത് കൺട്രാക്ട് ചെയ്യുന്നതാണ് ഡയഫ്രം. ഇപ്പൊ നിങ്ങൾ ഈ ഫിഗറിൽ തന്നെ നിങ്ങൾ നോക്കൂ, ഡയഫ്രത്തിന്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞത് ഡോം ഷേപ്പ് എന്നാ പറഞ്ഞത്. ഡോം എന്ന് പറഞ്ഞ മകുടം ഈ ഷേപ്പിലുള്ളതാണ്. ഇത് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ മസിലിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇങ്ങനെയുള്ള ഡയഫ്രം അത് കൺട്രാക്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയായിട്ട് മാറും. അപ്പൊ എന്താണ്? ആന്റീറോ പോസ്റ്റീരിയർലി വോളിയം ഇൻക്രീസ് ചെയ്തു. എക്സ്റ്റേർണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് വന്നപ്പോ ഡോർസോ വെൻട്രലി എന്തായി? വോളിയം ഇൻക്രീസ് ചെയ്തു. രണ്ട് മസിൽസ് ഇൻസ്പിരേഷൻ ചോദിക്കും, എക്സാമിന് ചോദിക്കും. രണ്ട് മസിൽസ്, ഡയഫ്രം, external intercostal muscles, the contraction of which results in the increase of volume both antero-posteriorly as well as dorso-ventrally. You are getting idea? വല്ലത് മനസ്സിലാവുന്നുണ്ടോ? വിട്ടുപോകുന്നുണ്ടോ? As a result, volume increases, pressure decreases, then the air will automatically flow into the lungs, which is known as the inspiration. അടുത്തത് എന്താണ്? പാസീവ് പ്രോസസ് ആണ്. The muscles will relax, so it will come to its normal position. Okay, normal positionലേക്ക് വരും. Volume decreases, pressure increases inside the thoracic cavity, and therefore the gas will flow from the lungs to the atmosphere. Okay, ഇനി ഈ പ്രഷറുകളെ പറ്റിയിട്ട് നമ്മളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മസിൽസ്, ഇൻസ്പിരേഷന്റെ മസിൽസ് ഏതാണ് എന്നുള്ളത് മറക്കണ്ട കേട്ടോ. ഓക്കെ, അത് നമുക്കറിയാം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റില് എന്താണ്? കൃത്യമായിട്ട് അതിന്റെ പ്രഷർ പറഞ്ഞിട്ടുണ്ട്, ഓരോതിന്റെയും പ്രഷർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടി ഇതായിട്ട് പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതാണ് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും. ഓക്കെ, നെക്സ്റ്റ് ഡിഫ്യൂഷൻ ആണ് നടക്കുന്നത് അല്ലെ? ശ്രദ്ധിക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? ഇറ്റ് ഈസ് ദ ഡിഫ്യൂഷൻ. എവിടെയാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്? ആൽവിയോളൈ ടു ദ ബ്ലഡ്, ഫ്രം ദ ആൽവിയോളൈ ടു ദ ബ്ലഡ് ആണ് അല്ലെ? ആ ഡിഫ്യൂഷനെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് അവിടെ നമ്മൾ കൊണ്ടുവരുന്ന കോൺസെപ്റ്റ് ആണ് പാർഷ്യൽ പ്രഷർ കേട്ടോ. അപ്പൊ രണ്ട് തരത്തിലുള്ള ഡിഫ്യൂഷൻ ഉണ്ട്. കാരണം ഈ ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ് അക്രോസ് എ ബയോളജിക്കൽ മെംബ്രെയിൻ, തിന്നായിട്ടുള്ള ബയോളജിക്കൽ മെംബ്രെയിൻ, അതിന്റെ അക്രോസ് ആണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. എന്തൊക്കെയാണ്? ആൽവിയോളയിൽ ആണെന്നുണ്ടെങ്കിൽ എത്ര ലെയർ ഉണ്ട് അവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ആൽവിയോളയിൽ ആണെന്നുണ്ടെങ്കിൽ 2 ലെയർ ഉണ്ട്. ഒന്ന് ആൽവിയോളയുടെ ഒരു ലെയർ, അതുപോലെ തന്നെ
നമ്മളുടെ ബ്ലഡ് കാപ്പിലറിയുടെ രണ്ടാമത്തെ ലെയർ. രണ്ടും സ്ക്വാമസ് എപ്പിത്തീലിയമാണ് കേട്ടോ. വളരെ തിന്നായിട്ടുള്ള സിംഗിൾ ലെയർ ആണ് സ്ക്വാമസ്. സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഒരു സിംഗിൾ ലെയർ ആണ് ഉള്ളത്. വളരെ അൾട്രാ തിൻ ആയിട്ടുള്ള ഡിഫ്യൂഷൻ മെംബ്രെയിൻ ആണ് അത് ഉണ്ടാക്കുന്നത്. ഓസ്മോസിസ് എന്നൊക്കെ നമ്മൾ പറയാറ്. ഇവിടെ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് ഗ്യാസ് ആണ് അവിടെ ഡിഫ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഡിഫ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ അറ്റ്മോസ്ഫിയർ എയർ ഈസ് എ മിക്സ്ചർ അല്ലെ. അറ്റ്മോസ്ഫിയർ എയർ മിക്സ്ചർ ആണ്. അതിലെ ലാർജർ കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ആണ് അല്ലെ. ഈ നൈട്രജൻ ആണ്, അതുപോലെ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ഇൻഡിവിജ്വൽ കോമ്പണന്റും എക്സർട്ട് ചെയ്യുന്ന പ്രഷറിന്റെ ഇൻഡിവിജ്വൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസ്, അതിനെയാണ് നമ്മൾ പാർഷ്യൽ. ദ പ്രഷർ exerted by individual gases, pressure exerted by individual gases in a mixture of gases known as the partial pressure. And this diffusion is largely influenced by the partial pressure. കേട്ടോ, partial pressure of oxygen കൂടിക്കഴിഞ്ഞാൽ partial pressure of oxygen കുറഞ്ഞ സ്ഥലത്തേക്ക് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യും. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ അത് കുറഞ്ഞ സ്ഥലത്തേക്ക് അത് ഡിഫ്യൂസ് ചെയ്യും അക്രോസ് ദ ബയോളജിക്കൽ മെംബ്രെയിൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നൈട്രജൻ നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ ലാർജർ പ്രൊപ്പോർഷൻ ആണെങ്കിലും അത് സാധാരണ കേസിൽ എന്തല്ല ഡിഫ്യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് പറയുന്നത്. സോളബിലിറ്റി ആണ് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. കാരണം എന്തുകൊണ്ടാണ് നൈട്രജൻ ഇത്രയും 72% or 70 approximately 75% we can say അല്ലെ, നൈട്രജൻ ആണ് കൂടുതൽ. ഓക്സിജൻ is just 21% and കാർബൺ ഡൈ ഓക്സൈഡ് 0.03% ലൈക്ക് ദാറ്റ്. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എന്താണ് വൻതോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൊണ്ടിരിക്കുക. അപ്രോക്സിമേറ്റ്ലി ഓക്കെ ഫൈൻ 78% ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നൈട്രജൻ is not going to our cells. Why? What could be the reason? പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നൈട്രജന്റെ ആയിരിക്കണം. കാരണം പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർഫസിൽ ഒരു മോളിക്യൂള് എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മളുടെ ലങ് ആൽവിയോളൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ് ആൽവിയോളൈ ഓക്കെ. ഇപ്പുറത്ത് എന്തുണ്ട്? നമ്മളുടെ ബ്ലഡ് കാപ്പിലറി ഓക്കെ. ഇതിന്റെ ഇടയ്ക്കാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇവിടെ എന്താണ്? ഓക്സിജൻ ക്യാൻ കം ഹിയർ, carbon dioxide can come here, but nitrogen cannot come here, provided you have to think that the partial pressure of nitrogen will be the most. കാരണം ഏറ്റവും കൂടുതൽ പ്രഷർ എക്സർട്ട് ചെയ്യാൻ പറ്റുന്ന നൈട്രജൻ ആയിരിക്കും അല്ലെ. നൈട്രജന്റെ വെയിറ്റും ഒക്കെ എന്താണ്? കൂടുതലായിരിക്കും ഓക്കെ. പക്ഷെ നൈട്രജൻ വരില്ല. നൈട്രജൻ വരാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിബഡി ആരാണ് ഇതിൽ നോക്കട്ടെ? നൈട്രജന്റെ പാർഷ്യൽ പ്രഷർ 597.4 ആണ്. നൈട്രജന്റെ പാർഷ്യൽ പ്രഷർ 597.4 നൈട്രജന്റെ കേട്ടോ. ലെസ് ആക്റ്റീവ് അല്ല അനഘ, ബാക്കിയുള്ള ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. ഗൂഗിൾ അല്ലല്ലോ, ഗൂഗിളാണോ? അല്ലല്ലോ, ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങളെ. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ഈസ് അപ്രോക്സിമേറ്റ്ലി 159 ആണ്. ഗൂഗിൾ അല്ലല്ലോ. മിണ്ടണില്ല, കുട്ടികൾ മിണ്ടാണ്ടി ആയല്ലോ. അത് ഇനർട്ട് ആയതുകൊണ്ടോ അത് ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ടല്ല, ബട്ട് അതിന്റെ സോളബിലിറ്റി ഇൻ വാട്ടർ ഇസ് വെരി 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 ലെസ് ആയതുകൊണ്ടാണ്. ഏറ്റവും ആദ്യത്തെ കാലഘട്ടങ്ങളിലെ ഏറ്റവും ആദ്യത്തെ ജീവജാലങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ അവർക്ക് നൈട്രജൻ യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് കാര്യം. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ഫസ്റ്റ് ഓർഗാനിസംസ്, ദ പ്രിമിറ്റീവ്, ദ ആൻസെസ്ട്രൽ ഓർഗാനിസംസ്. നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ വെറുതെ നിൽക്കുകയാണ് ഓക്കെ. നിങ്ങൾ എവല്യൂഷനിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. എനൈറോബിക് ഓർഗാനിസംസ് ആണ് ആദ്യം ഉണ്ടായത്, എന്നിട്ടാണ് പിന്നെ എയറോബിക് ഓർഗാനിസംസ് ഉണ്ടായത് എന്ന് പഠിച്ചല്ലേ. കാരണം ദേ വെയിറ്റഡ്, അവര് ഓക്സിജൻ ഉണ്ടാകുന്നത് വരെ കാത്തിരുന്നു എനർജി റിലീസ് ചെയ്യാൻ. ഓക്സിജനെ യൂസ് ചെയ്തിട്ട് എനർജി, സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളി അടിപൊളി കേട്ടോ. ഇങ്ങനെ കെമിസ്ട്രി എന്നുള്ള അറിവൊക്കെ ഇങ്ങനെ ബയോളജിയിലേക്ക് കൊണ്ടുവരണം. വിത്തൗട്ട് കെമിസ്ട്രി ബയോളജി ഈസ് നത്തിങ് കേട്ടോ. ശരി, ഞാൻ പറഞ്ഞു തന്ന ആ നൈട്രജൻ ഇത്രയും
സഫീഷ്യൻറ്റ് മോർ ദാൻ ഇനഫ് ആയിട്ടുണ്ടായിട്ട് പോലും നൈട്രജനെ യൂസ് ചെയ്തുകൊണ്ട് എനർജി റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം ഓർഗാനിസംസിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. അവർ ഓക്സിജൻ വരുന്നത് വരെ കാത്തു നിന്നു. ഓക്സിജനെ യൂസ് ചെയ്തുകൊണ്ട് എനർജി റിലീസ് ചെയ്യുന്ന ഒരു മെക്കാനിസം അവർ ഡെവലപ്പ് ചെയ്തു. ദ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മെയിൻ റീസൺ ഫോർ ദാറ്റ് ഈസ് the nitrogen is not soluble in water, not easily soluble in water. വെള്ളത്തിൽ സോളബിൾ ആയില്ലെങ്കിൽ ഓർഗാനിസംസിന് അവൈലബിൾ അല്ല. കാരണം എല്ലാ ഓർഗാനിസംസും ആദ്യം വെള്ളത്തിലാണ് ഉണ്ടായത്. ചിന്തിക്കണം, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ നൈട്രജൻ അത് അതുപോലെ തന്നെ നമ്മളുടെ പൾമണറി വെന്റിലേഷനിൽ ടേക്ക് പാർട്ട് ചെയ്താൽ പോലും അത് ഡിഫ്യൂസ് ചെയ്യില്ല കേട്ടോ. ഇനി ടെക്സ്റ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് തന്നിട്ടുണ്ട്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻസ് തന്നിട്ടുണ്ട്, ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ ഇന്നെ പോലെ എന്നൊന്നും പറയേണ്ട കാര്യങ്ങളല്ല. നമുക്ക് വേണമെങ്കിൽ അത് കെമിസ്ട്രി വഴിയൊക്കെ പഠിക്കാം, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അറ്റ്മോസ്ഫിയറിൽ ഓക്സിജന്റെ പ്രഷർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 159 ആണ്. ആൽവിയോളയിൽ എത്തുന്ന സമയത്ത് അത് 104 മാത്രമാണ്. ഡിയോക്സിനേറ്റഡ് ബ്ലഡിൽ 40 ആണ്. ഇത് എപ്പോഴാണ് നമുക്ക് ആവശ്യം എന്നറിയാമോ? നമ്മൾക്ക് വളരെയധികം ആവശ്യമുള്ളത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് പഠിക്കാനാണ്. ഇവിടെ ടേബിളിൽ തന്നിട്ടുണ്ട്, ടേബുലേഷനിൽ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത് ആവശ്യം വരുന്നത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവിനെ പറ്റി ഞാൻ പറയും. അപ്പൊ ഇത് അറിയില്ല എന്ന് പറയരുത് കേട്ടോ. അപ്പൊ ഈ പാർഷ്യൽ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പാർഷ്യൽ പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിൽ നമുക്ക് ആവശ്യം നോക്കുക, ആൽവിയോളയുടെ അകത്ത് 104 ആണ് ഉള്ളത്. അതുപോലെ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ 95 മില്ലിമീറ്റർ മെർക്കുറി ആണ് പ്രഷർ. മില്ലിമീറ്റർ മെർക്കുറിയിലാണ് നമ്മൾ പ്രഷർ പറയുക, അത് മറക്കരുത് കേട്ടോ. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആണ് എന്നുണ്ടെങ്കിൽ അത് ആൽവിയോളയിൽ 40 ആണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ 45, ഓക്സിജനേറ്റഡ് ബ്ലഡിൽ 40, ടിഷ്യൂസിൽ 45. ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അത് അതേ വാല്യൂ തന്നെയാണ്, ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഇനി ഡിഫ്യൂസിങ് ലെയർ ഞാൻ പറഞ്ഞു, അത് 3 ലെയറുകൾ, അതായത് ഇപ്പോ ബേസ്മെന്റ് മെംബ്രെയിനും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് 3 എന്ന് പറയുന്നത് കേട്ടോ. ബേസ്മെന്റ് സബ്സ്റ്റൻസ്, ബേസ്മെന്റ് മെംബ്രെയിനും കൂടി കൂട്ടിയിട്ടാണ് 3 ലെയർ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. സെല്ലുലാർ ലെയർ 2 ആണ് ഉള്ളത്. രണ്ടും സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നമ്മളുടെ റെസ്പിറേറ്ററി വോളിയംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ്, പിന്നെ ഡിസോസിയേഷൻ കർവ്, ക്ലോറൈഡ് ഷിഫ്റ്റ് അല്ലെ. ഈ റെസ്പിറേറ്ററി ഗ്യാസ് വോളിയംസ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. ഡു യു ഫീൽ ഇറ്റ് ഡിഫിക്കൽട്ട്? നിങ്ങൾക്ക് അത് പഠിക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഇതെടുക്കട്ടെ, ചാറ്റ് എടുക്കട്ടെ. അത് യെസ്, കൺഫ്യൂസ് ആവും. ഓക്കെ, കൺഫ്യൂസ് ആവും. ഓക്കെ, കൺഫ്യൂസ് ആവണം. കൺഫ്യൂസ് ആയില്ലെങ്കിലാണ് പ്രശ്നം. ചെറിയ പ്രായമല്ലേ, ചെറിയ കുട്ടികളാണ്, കൺഫ്യൂസ് ആവും ഐഡിയ. ഓക്കെ, ഇനി ഒരു പോയിന്റ് നമുക്ക് ഇത് പറഞ്ഞതിനേക്കാൾ മുമ്പ് ഒരു പോയിന്റ് കൂടി പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ഇൻസ്പിരേഷൻ, എക്സ്പിരേഷൻ എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലെ. ആക്റ്റീവ് പ്രോസസ് ഏതാന്നാ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ, ആക്റ്റീവ് പ്രോസസ് ഏതാന്നാ പറഞ്ഞേ? വേഗം പറഞ്ഞേ. ഇൻസ്പിരേഷൻ ആണോ എക്സ്പിരേഷൻ ആണോ ആക്റ്റീവ് പ്രോസസ്? പറ, ആക്റ്റീവ് പ്രോസസ് ഏതാ? ഇൻസ്പിരേഷൻ. എക്സ്പിരേഷൻ ഇൻആക്റ്റീവ് പ്രോസസ് ആണല്ലോ. ഇത് നോർമൽ ഇൻസ്പിരേഷനും എക്സ്പിരേഷന്റെയും കേസാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ അറിയാതെ തന്നെ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. റെസ്പിറേഷൻ ഈസ് ഈക്വൽ ടു ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. റെസ്പിറേഷൻ ഈസ് ഈക്വൽ ടു ഇൻസ്പിരേഷൻ പ്ലസ് എക്സ്പിരേഷൻ അല്ലെ. നോർമൽ ഇൻസ്പിരേഷൻ, നോർമൽ എക്സ്പിരേഷൻ. എത്ര പ്രാവശ്യം? 16. 12 മുതൽ 16 തവണ നമ്പർ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ ആണ് അല്ലെ. നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇരിക്കുന്നത് നോർമൽ സ്ലീപ്പിംഗ് കണ്ടീഷനിൽ, നോർമൽ നോട്ട് ഇൻ എ ഹാർഡ് വർക്ക്, ആ കണ്ടീഷനിൽ എന്താണ് 12 മുതൽ 16 വരെ നോർമൽ. പക്ഷെ ചില സമയത്ത് വി ക്യാൻ ഡു ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. എന്തോ ആലോചിച്ച് ഇങ്ങനെ നമ്മൾ നെടുവീർപ്പിടുക, ഫോഴ്സ്ഫുൾ. ശ്വാസം മുട്ടുമ്പോ എന്താ ഉണ്ടാവുക? ശ്വാസം മുട്ടുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്ന കുറെ മെക്കാനിസംസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ റെസ്പിറേഷന്റെ മസിൽസ്, അതായത് എന്താ പറയുന്നത്, അതിന്റെ ഡ്യൂറേഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു
ഇപ്പോൾ 12 മുതൽ 16 നമുക്കിപ്പോൾ 15 പ്രാവശ്യമാണ് ഒരു മിനിറ്റില്, അതായത് 60 സെക്കൻഡില് 15 പ്രാവശ്യമാണെങ്കിൽ ഓരോ ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ഇവന്റിനും വേണ്ട സമയം കണക്കാക്കാൻ നമുക്ക് 60/15 എടുക്കാം അല്ലെ. അപ്പോൾ 4 സെക്കൻഡ് എന്ന് കിട്ടും. ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇതാന്ന് വിചാരിക്കാം കേട്ടോ. ചില സമയത്ത് എന്താണ് ലേബേർഡ് ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കും. അതായത് ഈ 4 സെക്കൻഡ് എന്നുള്ളത് ചിലപ്പോ 5, 6, 7 സെക്കൻഡ് ഒക്കെ ആയിരിക്കും. അതാണ് ശ്വാസം മുട്ടുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം. അതായത് ലേബേർഡ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണ്? ഇപ്പൊ ഇതാണ് നമ്മളുടെ ഇപ്പൊ ടൈം നമ്മളിവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇങ്ങനെ നമ്മുടെ ഇൻസ്പിറേഷൻ ഇവന്റ് ഇങ്ങനെ ഇവന്റ് ഇങ്ങനെ നടക്കും. ഒരു ഇൻസ്പിറേഷൻ എടുത്ത സമയം ഇത്, അടുത്തതിനത്, അടുത്തതിനത്, അടുത്തതിനത്. ഇപ്പൊ ശ്വാസം മുട്ടുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ഇങ്ങനെ നടക്കുന്നതിന് പകരം എന്ത് നടക്കും? ഒരെണ്ണം, ഒരു പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ നടക്കും. ഓക്കെ ഓക്കെ. രണ്ടാമത് മസിൽസ്, ആസ്മ കേസിലൊക്കെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ പാത്വേ കൺസ്ട്രക്റ്റ് ആയി പോകുന്നത് കാരണം അവർക്ക് ഇങ്ങനെ ശ്വാസം വൻതോതിൽ വലിക്കേണ്ടി വരും. ഈ ടൈം വല്ലാതെ എടുത്ത് അവരെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള റെസ്പിറേഷൻ സംഭവിക്കും കേട്ടോ. അതാണ് ശ്വാസം മുട്ടലിന്റെ കേസിൽ സാധാരണ സംഭവിക്കുന്ന കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവുന്നുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് വേറൊരു ഇത് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടലിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യം. ഞാൻ അടുത്ത കളർ സെലക്ട് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നോർമൽ ഇതാണ്, ഇത്ര സമയം എടുത്തിട്ടാണ്. ശ്വാസം മുട്ട് ഇത്ര സമയം എടുത്തിട്ടാണ്. പക്ഷെ അടുത്ത ഒരു ഇവന്റ് ഇങ്ങനെ സംഭവിക്കും. റെസ്റ്റ്ലെസ്നെസ്. മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ ഇവന്റിൽ തന്നെ നോർമൽ ഇതിൽ കുറെ പ്രാവശ്യം നമ്മൾ ശ്വസിക്കുക. ഇത് നമ്മൾ കിതയ്ക്കാന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഓരോ റെസ്പിറേറ്ററി ഇവന്റിനും ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. അതല്ലാതെ ഫോഴ്സ്ഫുൾ റെസ്പിറേഷൻ നമുക്ക് നടത്താൻ പറ്റും. എങ്ങനെയാണ്? ആ ഫോഴ്സ്ഫുൾ റെസ്പിറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മസിൽ എന്ന് പറയുന്നത് അബ്ഡോമിനൽ മസിൽ ആണ്. നമ്മുടെ അബ്ഡോമിനൽ മസിൽസ്, നമ്മുടെ അബ്ഡോമൻ എന്ന് പറയുന്ന നമ്മുടെ വയറുണ്ടല്ലോ, അബ്ഡോമിനൽ മസിൽസ് കൺസ്ട്രിക്ട് ചെയ്യുക. അപ്പൊ അബ്ഡോമിനൽ മസിൽസ് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് അബ്ഡോമിനൽ മസിൽസ് കൺസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എക്സ്പിറേഷൻ ഒക്കെ നടത്തണമെങ്കിൽ ആ അബ്ഡോമിനൽ മസിൽസ്, വയറിന്റെ മസിൽസ് ചുരുക്കി കഴിഞ്ഞാൽ വയറിന്റെ ഉള്ളിലുള്ള കുടലും ലിവറും ഒക്കെ അമരും, ഞെങ്ങും. ഇത് എവിടെ പോയിട്ട് തള്ളും? ഇത് നേരെ പോയിട്ട് നമ്മുടെ ഡയഫ്രത്തിന്റെ മുകളിൽ തള്ളും. അപ്പൊ ഡയഫ്രം ഒന്നും കൂടിയും നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് കയറും, വോളിയം കുറയും, എയർ പുറത്തേക്ക് പോകും. മനസ്സിലാവുന്നുണ്ട്? അതുപോലെ അബ്ഡോമിനൽ മസിൽ റിലാക്സ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്പിറേഷൻ ചെയ്യാൻ പറ്റും. ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് കാര്യം മനസ്സിലായല്ലോ. റെസ്പിറേഷൻ എന്ന് പറയുന്നത് നോർമൽ റെസ്പിറേഷൻ ഉണ്ട്, നോർമൽ ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ, അതുപോലെ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ഉണ്ട് എന്നുള്ളത് യു ഗോട്ട്. ക്ലിയർ അല്ലേ? ഈ ഐഡിയ മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊരു ഗ്രാഫ് ആയിട്ട് വരയ്ക്കാൻ പോവാന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ പറയുമ്പോ നിങ്ങൾക്ക് തോന്നും ഈ സാർ ഇതെന്താ വല്ലാതെ കൺഫ്യൂസ് ആക്കാനുള്ള പരിപാടിയാണല്ലോ തോന്നും. അല്ല, വളരെ സിമ്പിൾ ആക്കി നിങ്ങളുടെ 1 മാർക്ക് പോലും, 4 മാർക്ക് ഈ പ്രാവശ്യം റെസ്പിറേറ്ററി വോളിയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും, ഉറപ്പ്. കേട്ടോ. അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതൊരു ഗ്രാഫിലേക്ക് ഇടാന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു പ്ലോട്ട് എ ഗ്രാഫ്. എക്സ് ആക്സിസ് വേണം, y axis, x axis വേണം, y axis വേണം. ഫൈൻ. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് അല്ല ഞാനിപ്പോ പറയുന്നത്, റെസ്പിറേറ്ററി വോളിയംസിനെ പറ്റിയിട്ടാണ്. അത് കഴിഞ്ഞാൽ ഞാൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് പറയും കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് പാർഷ്യൽ പ്രഷേഴ്സ് ആണ്. ഇപ്പൊ പാർഷ്യൽ പ്രഷർ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് എന്താണ്, ഒരാള് സാധാരണ കേസിൽ എന്ത് ചെയ്യാണ്, റെസ്പിറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്ന് പറയുന്ന സാധനമാണ്. നമ്മുടെ മാർക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന സാധനം കേട്ടോ. അപ്പോൾ ബേസിക്കലി അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ എന്തെടുക്കുന്നുണ്ട്, വോളിയം എടുക്കുന്നുണ്ട്. വോളിയം, ഓക്കെ, നമ്മൾ വോളിയമാണ് ഇവിടെ എടുക്കുന്നത്. ഫൈൻ. വോളിയത്തിന്റെ യൂണിറ്റ് മില്ലി ലിറ്റർ പെർ കെ ജി. വോളിയം അത് ആവശ്യമുള്ളവർ മാത്രം എഴുതിയാൽ മതി. മില്ലി ലിറ്റർ പെർ കെ ജി ആണ് അതിന്റെ വോളിയം. ബാക്കി നമ്മൾ ടൈം ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ,
ഒന്നുമില്ല, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ റെസ്പിറേഷൻ നടക്കുന്നത് എന്ന് കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നോർമൽ ആയിട്ട് ഒരാൾ റെസ്പയർ ചെയ്യാണ്. ഓക്കെ, നോർമൽ ആയിട്ട് ഒരാൾ റെസ്പയർ ചെയ്യാണ്. ഒന്നാമത്തെ അയാൾ റെസ്പയർ ചെയ്തു. ഓക്കെ, പിന്നെയും അയാൾ അടുത്ത റെസ്പിറേഷൻ, ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ഇവന്റ്. അപ്പോൾ ഈ മുകളിലേക്ക് പോകുന്നത് എന്തായിരിക്കും? ഇൻസ്പിറേഷൻ ആയിരിക്കും കേട്ടോ. താഴത്തേക്ക് വരുന്ന ഏതായിരിക്കും? എക്സ്പിറേഷൻ ആയിരിക്കും. കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ടല്ലോ. കാരണം ഇങ്ങോട്ട് എന്താ പറയുന്ന ഇൻസ്പിറേഷൻ, ഇങ്ങോട്ട് എക്സ്പിറേഷൻ എന്ന് പറയുന്ന ലെവലിൽ അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്പിറേഷൻ, റെസ്പിറേഷൻ, നെക്സ്റ്റ് ഇൻസ്പിറേഷൻ, normal inspiration, expiration. But the next event was a forceful, prolonged inspiration and prolonged expiration. അപ്പോൾ ഒരു കാര്യം വേണം. ഓക്കെ, ഇത്രയും വേണ്ട, ഒരു മിനിറ്റ്. ഞാൻ ഇത്രയും നമ്മൾ നീട്ടേണ്ട കാര്യമില്ല. അപ്പൊ എന്താ അറിയോ, നമ്മൾ ചെറിയ ഗ്രാഫല്ലേ വരച്ചിരിക്കുന്നത്. ഫോഴ്സ്ഫുൾ, അത് ഇങ്ങോട്ട് കൊടുന്നു, ഇങ്ങോട്ട് കൊടുന്നു, ഇങ്ങോട്ട് കൊടുന്നു, ഇങ്ങോട്ട് കൊടുന്നു. ഓക്കെ, ഫൈൻ, ഇങ്ങോട്ട് കൊടുന്നു. പിന്നെ എന്താണ്? നോർമലായിട്ട് അയാൾ വീണ്ടും ഇൻസ്പിറേഷൻ ചെയ്തു തുടങ്ങി. ഓക്കെ, ഇതാണ് ഇവന്റ്, റെസ്പിറേഷൻ ഇവന്റ്. റെസ്പിറേഷൻ ഇവന്റ് നമുക്ക് മനസ്സിലായി, മനസ്സിലായോ? മനസ്സിലായോ? ഇതെന്താണ്? നോർമൽ ആണ്. ഇത് നോർമൽ ആണ്. ഓക്കെ, നോർമൽ ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഇത് കാണുന്നില്ലേ? കർസർ കാണുന്നില്ലേ? ഫോഴ്സ്ഫുൾ, പ്രൊലോങ്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, പിടുത്തം കിട്ടിയല്ലോ. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഈ വോളിയത്തിന് നമ്മൾ എന്ത് പറയും? നോർമൽ ഇൻസ്പിറേഷന്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ വോളിയത്തിന് നമ്മൾ എന്ത് പറയും? ഈ വോളിയം എന്താണ്? IRV ഒന്നും അല്ല, നോർമൽ ഒരു റെസ്പിറേഷന്റെ സമയത്ത് ഉണ്ടാവുന്നതാണ്. നോർമൽ റെസ്പിറേഷന്റെ സമയത്ത് ഉണ്ടാവുന്നതാണ് ടൈഡൽ വോളിയം. എന്താണ്? ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം തെറ്റോ? ഇനി നോർമൽ, ഈ ഗ്രാഫ് മനസ്സിലായി? നമ്മുടെ നോർമൽ ഇൻസ്പിറേഷന്റെ സമയത്ത് അല്ലെങ്കിൽ നോർമൽ എക്സ്പിറേഷന്റെ സമയത്ത്, അതായത് ഇങ്ങോട്ടുള്ള അതേ വോളിയം തന്നെയാണ് ഇങ്ങോട്ടും ഉണ്ടാവുക കേട്ടോ. ടൈഡൽ വോളിയം, അതാണ് നോർമൽ ഇൻസ്പിറേഷന്റെ സമയത്ത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളുടെ ലങ്സിലെ മൊത്തം എടുത്ത ഇൻസ്പിറേഷന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഇത്രയാണ് അല്ലേ? അതായത് ശ്രദ്ധിക്കുക, നോർമലി നമുക്ക് എന്താണ്? ഇത്ര വോളിയമാണ് നമ്മൾ എടുത്തത്. ഓക്കെ, പക്ഷെ എന്താണ്? നമ്മുടെ ലങ്സിലേക്ക് മാക്സിമം ഇൻസ്പയർ ചെയ്ത വോളിയം ഇവിടെയല്ലേ നിൽക്കുന്നത്? ഇത്ര വോളിയം അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? എനിക്ക് നിങ്ങളുടെ മുഖം കാണാത്ത കാരണം മനസ്സിലാവുന്നില്ല. ലങ്സിന്റെ ഇൻസ്പയർ ചെയ്യാൻ ബാക്കി ഇത്ര വോളിയം ഉണ്ട്, നമ്മൾ ഇത്ര മാത്രം എടുത്തു, ബാക്കി ഇത്ര ബാക്കിയുണ്ട് അല്ലെ? അതാണ് നമ്മളിവിടെ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ എടുത്തപ്പോ ഇത്ര എത്തിയത് അല്ലെ? ഇതാണ് റിസർവ് വോളിയം. എന്തിന്റെ റിസർവ് വോളിയം? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. പിടുത്തം കിട്ടിയോ? പിടുത്തം കിട്ടിയോ? ലങ്സിൽ നമ്മൾ നോർമൽ എടുത്തു, പക്ഷെ റിസർവ് വോളിയം അവിടെ ബാക്കിയുണ്ട്. ഇത്രയും വോളിയം നമുക്ക് എടുക്കാം, അത് നമ്മൾ ഫോഴ്സിന്റെ സമയത്ത് എടുത്തത്. ഓക്കെ, ഇത് നോർമൽ വോളിയം, ടൈഡൽ വോളിയം നമ്മൾ നോർമലി വിശ്രമിക്കുന്ന സമയത്ത് എടുക്കുന്നത്. പക്ഷെ നമുക്ക് ബാക്കി പിന്നെയും ലങ്സിൽ റിസർവ് വോളിയം അവിടെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷന്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നു. മാക്സിമം വോളിയം എന്ന് പറഞ്ഞ് ഇത്രയും കിടക്കുന്നില്ല ഇവിടെ. ഇത് വോളിയത്തിന്റെ ആക്സസ് അല്ലേ? മനസ്സിലായോ നാജിയെ? വോളിയത്തിന്റെ ആക്സസ്, മാക്സിമം വോളിയം ഈസ് ദിസ് വൺ. ആൻഡ് നമുക്ക് പറയണമെങ്കിൽ എന്ത് പറയാം? ദിസ് ഈസ് ദ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയാം. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ത് തന്നെയാണെങ്കിലും, കാരണം മൊത്തം വോളിയം, ലങ്ങിന്റെ മൊത്തം വോളിയം എത്രയാണോ അതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. സംശയമില്ലാത്ത കേസാണ്. ഓക്കെ, പിടുത്തം കിട്ടിയ? ആരാ നേരത്തെ? വൺസ് മോർ, നാജിയ. നാജിയയുടെ ആൻസർ ആണ് എനിക്ക് കിട്ടേണ്ടത്. നാജിയ, മനസ്സിലായോ? വോളിയം മാക്സിമം ഇത്രയാണ്. നമ്മൾ അതിൽ കുറച്ച് മാത്രമാണ് എടുത്തത്, വിച്ച് ഈസ് ദ TV. ബാക്കി കിടക്കുന്ന വോളിയം ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം അല്ലെ? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം ആണത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ TV പ്ലസ് IRV എന്തായിരിക്കും? അതായത് ഇത്രയും ദൂരം ഞാൻ വേറെ കളറിൽ എടുക്കാം. ഇത്രയും ഇതെന്തായിരിക്കും? ഇതെന്തായിരിക്കും? ഈ വോളിയം എന്തായിരിക്കും?
ഈ വോളിയം എന്താ നമ്മൾ പറയാ? ഐ സി ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. സിമ്പിൾ ആണ്. ടൈഡൽ വോളിയത്തിന്റെ വോളിയം, അത് കഴിഞ്ഞാൽ ബാക്കി ലങ്സിലുള്ള വോളിയം, അത് മൊത്തം. കാരണം ഇങ്ങോട്ടുള്ളത് ഇൻസ്പിറേഷൻ ആണ്, ഇത് ഇൻസ്പിറേഷൻ ആണ് അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻസ്പിറേഷൻ ആണ് അല്ലെ. അപ്പൊ ആ ഇൻസ്പിറേഷന്റെ റിസർവ് വോളിയവും നോർമൽ വോളിയവും കൂടി കൂട്ടിയാൽ ഇത് എത്രയാണോ, ഇത് നമ്മുടെ ഇൻസ്പിറേഷൻ IC ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആയിരിക്കും. പിടുത്തം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്തായിരിക്കും എന്നുള്ളതാണ്. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്തായിരിക്കും? എക്സ്പിറേറ്ററി കപ്പാസിറ്റി എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും? പറ. ERV plus TV അപ് ടു ടൈം ആക്സിസോ? ഞാൻ കാണിച്ചു തരാം. എക്സ്പിറേറ്ററി റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എക്സ്പിറേഷൻ തുടങ്ങുന്നത് ഇവിടുന്നല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞ എക്സ്പിറേഷൻ തുടങ്ങുന്നത് ഇവിടുന്നല്ലേ? ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുതലേ അത് പിന്നെ എക്സ്പിറേഷന്റെ മാക്സിമം വരുന്നതായിരിക്കും. ഇതായിരിക്കും എക്സ്പിറേറ്ററി കപ്പാസിറ്റി. എക്സ്പിറേറ്ററി കപ്പാസിറ്റി കിട്ടുന്നുണ്ടോ? TV പ്ലസ് ERV ആയിരിക്കും. TV പ്ലസ് ERV. അതെ, TV പ്ലസ് ERV. കാരണം എന്താണ്? ഇത് TV ആണ്. ഇതുവരെയുള്ള വോളിയം TV ആണ്. ഇതുവരെയുള്ള വോളിയം TV ആണ്. ഐ മീൻ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് TV ആണ്. ഈ TVയുടെ കൂട്ടത്തില് നമ്മൾ ഇതും കൂടി, ഈ വോളിയം കൂടിയും കൂട്ടി ചേർക്കുന്നതാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. കിട്ടുന്നുണ്ടോ? ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്താന്ന് തന്നെ മനസ്സിലായി. ടോട്ടൽ ലങ് കപ്പാസിറ്റി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എക്സാമിന് ഇത് എഴുതാൻ പറ്റും. ഈ ഒരു ഗ്രാഫ് മാത്രം ഓർത്ത് വെച്ചാൽ. ഗൗതം വിഷ്ണുവിന് മനസ്സിലാവുന്നില്ല എന്നാണോ, മനസ്സിലായി എന്നാണോ? ഗൗതം വിഷ്ണു മനസ്സിലായി എന്നോ ആയില്ല എന്നോ? ആയെങ്കിൽ യെസ്, ആയില്ലെങ്കിൽ നോ. മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ എക്സ്പിറേറ്ററി കപ്പാസിറ്റി നമുക്ക് മനസ്സിലായി, ടൈഡൽ വോളിയം മനസ്സിലായി, IRV മനസ്സിലായി അല്ലെ? ഇതെല്ലാം മനസ്സിലായി. ഓക്കെ, ഫൈൻ, ഓക്കെ, നോ പ്രോബ്ലം. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. ഇപ്പൊ നമ്മളുടെ നോർമൽ എക്സ്പിറേഷന്റെ സമയം, അതിൽ ചില എയർ പങ്കെടുത്തു അല്ലെ? അത് കഴിഞ്ഞാൽ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ, അതിലും കുറെ എയർ പങ്കെടുത്തു. ഇറ്റ് ക്രിയേറ്റഡ് സം വോളിയംസ്. നോ പ്രോബ്ലം, എല്ലാം ക്ലിയർ ആണ്. സർ, എക്സ്പിറേഷനിൽ TV ഇൻവെർട്ടഡ് ആവില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇങ്ങനെയല്ലേ പറയുന്നത്. അതായത് നമ്മൾ എക്സ്പിറേഷൻ ഈ ഗ്രാഫിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തു, ഇതാണ് എക്സ്പിറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോർമൽ TV എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയല്ലേ കാണിച്ചേ. അപ്പൊ അത് ഇൻവെർട്ടഡ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇൻസ്പിറേഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ എക്സ്പിറേഷൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നു. ദെൻ ഇറ്റ് ഫോഴ്സ്ഫുള്ളി എക്സ്പിറേഷൻ ഈസ് എക്സ്പാൻഡിങ് ലൈക്ക് ദിസ്. മനസ്സിലായോ? EC മൈനസ് TV. EC മൈനസ് TV എന്തായിരിക്കും? ഫോഴ്സ്ഫുൾ എക്സ്പിറേഷന്റെ വോളിയം ആയിരിക്കും. ഫിഗർ നോക്കുക, ഞാൻ വരച്ചത് എന്താ നോക്കുക. അതായത് TV, നോർമൽ TV ഇങ്ങനെ പോകുന്നു, ഇൻസ്പിറേഷൻ, ദെൻ എക്സ്പിറേഷൻ, നോർമൽ, ദെൻ എക്സ്റ്റെൻഡഡ് എക്സ്പിറേഷൻ. ഇതാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. അപ്പോൾ ഇതാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്ന വോളിയം. എത്രയാണോ അതാണ് വരുന്നത്. ദെൻ ഇറ്റ് കം ബാക്ക് ടു ദ നോർമൽ, ദെൻ അഗൈൻ നോർമൽ TV. യു ഗോട്ട് ഇറ്റ്? പിടുത്തം കിട്ടിയോ? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സാർ എന്ന് പറഞ്ഞാൽ മതി. ഡൗട്ട് ഉണ്ടോ? ഏഞ്ചൽ റോസിന് പിടുത്തം കിട്ടിയില്ല എന്നാണോ പറയുന്നേ? ഏഞ്ചൽ റോസിന് പിടുത്തം കിട്ടിയില്ല എന്നാണോ പറയുന്നേ? പിടുത്തം കിട്ടിയില്ല ഏഞ്ചൽ റോസ്. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഗ്രാഫ് ഷെയ്ഡഡ് റീജിയൻ എന്തിനാ? ഷെയ്ഡഡ് റീജിയൻ എന്തിനാ? ഇമ്രാൻ അമീർ. ഓക്കെ, ഏത് ഷെയ്ഡഡ് റീജിയൻ? ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇത് പറയാം. അതായത് നമ്മൾ ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഒരു പ്രാവശ്യം കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇതുവരെ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഫൈൻ. സപ്പോസ് ഇതാണ്
അപ്പൊ നമ്മുടെ നോർമൽ ആക്ടിവിറ്റി നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ എക്സ്പ്രഷൻ ഒക്കെ ഉള്ള കാരണമാണ് നമ്മൾ നടുവിൽ കൊണ്ടുപോയിട്ട് ഒരു നോർമൽ ആക്ടിവിറ്റി കാണിക്കുന്നത് കേട്ടോ. നോർമൽ ഇത് വോളിയത്തിന്റെ ആണെന്ന് വിചാരിക്കുക. ഇത് വോളിയം, ഇത് ടൈം. ഓക്കെ, ടൈം ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വോളിയം ആണ് ഇമ്പോർട്ടന്റ്, ടൈം ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. നോർമൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നു. വോളിയം കൂട്ടി, വോളിയം കുറച്ചു, അപ്പൊ ഇത് ഇൻസ്പിറേഷൻ ആണ്. ഇങ്ങോട്ട് വരയ്ക്കുന്നത്, ഇങ്ങോട്ട് ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക, ഇതുവരെ ഇൻസ്പിറേഷൻ ആണ്, അത് കഴിഞ്ഞാൽ എക്സ്പിറേഷൻ ആണ് അല്ലെ. വീണ്ടും അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻസ്പിറേഷൻ, എക്സ്പിറേഷൻ, ഇൻസ്പിറേഷൻ, എക്സ്പിറേഷൻ. ബട്ട് അറ്റ് സം ടൈം വി ക്യാൻ ഓൾസോ ഡു ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ, പ്രൊലോങ്ഡ് ഇൻസ്പിറേഷൻ. ഇത്ര കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ആക്സിസിന്റെ നീളം ചെറുതാണ്, അപ്പൊ ആക്സിസിന്റെ നീളം കൂട്ടണം. ആക്സിസിന്റെ നീളം ഞാനിവിടെ കൂട്ടി, എന്നിട്ട് നമ്മളിവിടെ എന്താ പറയുന്നത്, പ്രൊലോങ്ഡ് ഇൻസ്പിറേഷൻ കൊണ്ടുവന്നു, അതേപോലെ തന്നെ പ്രൊലോങ്ഡ് എക്സ്പിറേഷനും കൊണ്ടുവന്നു. ഓക്കെ, then it is going to the normal. Again നമ്മൾ നോർമൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ ഇതില് ഇൻസ്പിറേഷൻ മനസ്സിലായി, ഇത് ഇൻസ്പിറേഷൻ ആണ്, എക്സ്പിറേഷൻ ആണ്, ഇൻസ്പിറേഷൻ, എക്സ്പിറേഷൻ, ഇൻസ്പിറേഷൻ, എക്സ്പിറേഷൻ, ഇൻസ്പിറേഷൻ. That means this is the maximum volume you can inspire. Maximum volume is this. This is the maximum volume you can expire. You are getting? പിടുത്തം കിട്ടുന്നുണ്ടോ? ഇനി എന്താ പറഞ്ഞത്, ഇത് നമ്മളുടെ നോർമൽ വോളിയം. നോർമലി ഒരാൾ റെസ്റ്റിംഗ് കണ്ടീഷനിൽ എടുക്കുന്ന വോളിയം ഇത്രയാണ്, ഉള്ളിലേക്ക് എടുക്കുന്ന വോളിയം ഇത്ര, അത്ര തന്നെ അയാൾ പുറത്തേക്കും കളയുന്നു. ഇത്ര വോളിയം അയാൾ ഉള്ളിലേക്ക് എടുക്കുന്നു, അത് തന്നെ അയാൾ പുറത്തേക്കും കളയുന്നു. ദാറ്റ് ഈസ് ദ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ അല്ലേ. This much volume I take in and this much volume I left out, I allow to go out. So ഈ വോളിയത്തിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. So this is the okay TV. പക്ഷേ if you just consider the inspiratory volume, ഇതുവരെയാണ് ഇൻസ്പിറേറ്ററി വോളിയം ഉണ്ടായിരുന്നത് എൻ്റെ നോർമൽ ഇൻസ്പിറേഷന്റെ വോളിയം. പക്ഷെ എൻ്റെ മാക്സിമം ഇൻസ്പിറേഷന്റെ വോളിയം കിടക്കുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഐ ഹാവ് എ റിസർവ്ഡ് വോളിയം, ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർവ് വോളിയം ആണ് ഇത്ര, ദിസ് മച്ച്. പിടുത്തം കിട്ടുണ്ടോ? ഇത്രയാണ് നോർമൽ ഇൻസ്പിറേഷന്റെ, ഇത് നോർമൽ ഇൻസ്പിറേഷന്റെ വോളിയം ആണ്. ഇവിടം മുതൽ ഇവിടം വരെ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ചെയ്യാനുള്ള വോളിയാണ്. ദാറ്റ് ഐ ഹാവ് കെപ്റ്റ് ഫോർ റിസർവ്. എപ്പോ ആവശ്യമുണ്ട് അപ്പൊ ചെയ്യാൻ. സോ അതിനെന്ത് പറയും? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയും. ഇത് ടൈഡൽ വോളിയം എന്ന് പറയും. ഈ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ടൈഡൽ വോളിയം കൂടി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇനി എങ്ങനെ പോയാലും എനിക്ക് ഇത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, എങ്ങനെ പോയാലും എനിക്ക് ഇത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെയാണ് എന്താണ് എൻ്റെ എക്സ്പിറേഷന്റെ കേസിൽ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഞാൻ ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്യുന്ന വോളിയത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് എൻ്റെ എക്സ്പിറേറ്ററി റിസർവ് കപ്പാസിറ്റി. ഇത്ര അല്ലെ, ഇത്ര എക്സ്പിറേറ്ററി റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, ഇത് നോർമലി ഞാൻ ഫോഴ്സ്ഫുൾ ആയിട്ട് എനിക്ക് മാക്സിമം കളയാൻ പറ്റുന്നത് ഇത്രയാണ്. ഓക്കെ, യു ആർ ഗെറ്റിംഗ്? അപ്പോ എൻ്റെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ്റെ ടി വി പ്ലസ് ഇ ആർ വി ആയിരിക്കും. അത് എത്ര വരിക? ഇവിടം മുതൽ ഇവിടം വരെ വരിക. നോർമൽ ടി വി അതിന്റെ കൂട്ടത്തിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് എനിക്ക് എക്സ്പയർ ചെയ്ത് കളയാൻ പറ്റുന്നത് എത്ര വരിക? അത് ഇത്രേ വരിക. ഇതായിരിക്കും എൻ്റെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിടുത്തം കിട്ടുന്നുണ്ടോ? എന്തേലും മനസ്സിലാവുന്നുണ്ടോ? ഫോഴ്സ്ഫുൾ എക്സ്പയർ ചെയ്ത് കളയുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ എൻ്റെ ഫ്രം ഹിയർ 0 to മാക്സിമം ഇതുവരെയാ വന്നത് അല്ലേ? 0 to മാക്സിമം വരെ വന്നു. ഇതിന് എനിക്ക് എന്ത് പറയാൻ പറ്റും? ടോട്ടൽ ലങ് കപ്പാസിറ്റി. ടോട്ടൽ ലങ് കപ്പാസിറ്റി ശരിയല്ലേ? ടോട്ടൽ ലങ് കപ്പാസിറ്റി ഞാൻ എൻ്റെ ഇവിടെ മുതൽ ഇതുവരെ ഉള്ളത് അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇ ആർ വി പ്ലസ് ടി വി പ്ലസ് ഐ ആർ വി അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഐ സി പ്ലസ് ഇ സി അങ്ങനെ പറയാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ടോട്ടൽ ലങ് കപ്പാസിറ്റി ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളത് ടോട്ടൽ ലങ് കപ്പാസിറ്റി. സംശയം വന്നോ? ഫുൾ ആക്സിസ് തന്നെ ടോട്ടൽ ലങ് കപ്പാസിറ്റി.
ആ ടോട്ടൽ ലങ് കപ്പാസിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. നോക്കൂ, നമ്മളുടെ ലങ്ങിന്റെ വോളിയംസ്, ലങ്ങിന് എഫക്റ്റീവ് ആയിട്ട് ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും, നോർമൽ ഇൻസ്പിറേഷനിലും നോർമൽ എക്സ്പിറേഷനിലും യൂസ് ചെയ്യാൻ പറ്റിയത് ഇവിടെ മുതൽ ഇവിടം വരെ മാത്രം. ഒരു ചെറിയ ഏരിയ അവിടെ ലെഫ്റ്റ് ഔട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്, വിച്ച് ഈസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഫങ്ഷണൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ ഫങ്ഷണൽ ബ്രീത്തിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു ചെറിയ റീജിയൻ അവിടെ കിടക്കുന്നുണ്ട്. ഉണ്ടോ? ചെറിയ റീജിയൻ അവിടെ കിടക്കുന്നില്ലേ? ആ ചെറിയ റീജിയന്റെ പേര് എന്തായിരിക്കും എന്ന് പറഞ്ഞേ. ഇതെന്തായിരിക്കും? ഈ വോളിയം എന്തായിരിക്കും? ഈ ഒരു ചെറിയ വോളിയം റെസിഡുവൽ വോളിയം. ദാറ്റ് ഇസ് സോ ഈസി. റെസിഡുവൽ വോളിയം ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, റെസിഡുവൽ വോളിയം ആയിരിക്കും. ഓക്കെ, ഫൈൻ 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 ഫൈൻ. ഓക്കെ, സോ റെസിഡുവൽ വോളിയം ആയിരിക്കും. അപ്പൊ ഈസി നമ്മൾ കണ്ടു, ഈസി എന്താന്ന് കണ്ടു. ഓക്കെ, ഫൈൻ. അപ്പൊ റെസിഡുവൽ വോളിയം ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഈ റെസിഡുവൽ വോളിയം മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളതാണ് ടോട്ടൽ. വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഒന്നാമത്. ടോട്ടൽ ഇതുവരെ ഉള്ളതാണ് നമ്മളുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ റെസിഡുവൽ വോളിയം ഒഴിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളതാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരും? ഇ ആർ വി അല്ലെങ്കിൽ ഈസി പ്ലസ് ഐ സി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈസി, ഐ സി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. വൈറ്റൽ കപ്പാസിറ്റി ഈ ഏരിയ റെസിഡുവൽ വോളിയം ഒഴിച്ച് ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് വൈറ്റൽ കപ്പാസിറ്റി. ഇനി ഒരെണ്ണം കൂടിയാണ് ഇതിൽ ഇമ്പോർട്ടന്റ്, ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇവിടം മുതൽ ഏതാണ് ഇവിടം വരെയുള്ളത്. ദാറ്റ് മീൻസ് ആർ വി റെസിഡുവൽ വോളിയം പ്ലസ് എന്താ വരുന്നത്? ഈസി എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് ദ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ഗ്രാഫ് മാത്രം ഭംഗിയായിട്ട് ഞാനിപ്പോൾ അവിടെ വരയ്ക്കാം. എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് ആകെ ഉണ്ടപ്പേരിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഭംഗിയുള്ള ഗ്രാഫ് ഇവിടെ വരയ്ക്കാം കേട്ടോ. ആ ഗ്രാഫ് വേണ്ട ആൾക്കാർ അതുപോലെ ഒന്ന് പകർത്തി വരച്ചെടുക്കുക അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് എടുക്കുക. ഇറ്റ് ഈസ് ഈസി, ഇറ്റ് വിൽ ബി വെരി ഈസി. ഗ്രാഫ് ഒരു 2-3 പ്രാവശ്യം നമ്മൾ കണ്ടിട്ട് എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് വീട്ടിൽ പോയിട്ട് ഗ്രാഫ്, വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് 2 ഗ്രാഫ് വരയ്ക്കുക. 2 പ്രാവശ്യം അത് അതുപോലെ കോപ്പി ചെയ്ത് വരച്ച് പഠിക്കുക. ഓക്കെ, 2-3 പ്രാവശ്യം വരച്ച് പഠിക്കുക. ടെക്സ്റ്റിലെ വോളിയംസിന്റെ ഭാഗം മനസ്സിരുത്തി ഒന്ന് വായിക്കുക. 4 മാർക്ക് പുഷ്പം പോലെ അവിടെ നിൽക്കും. ഓക്കെ, ഫൈൻ. ഞാൻ ഭംഗിയിൽ ഒന്ന് വരച്ചു തരാം. ഓക്കെ, കിടക്കട്ടെ, വരയ്ക്കാം. എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ അതുപോലെ വരുന്നുണ്ടോ എന്ന് നോക്കുക. റെസിഡുവൽ വോളിയം, okay, this is tidal volume, tidal volume. Color change, come here. Inspiratory capacity, IC, inspiratory capacity. This is IRV, inspiratory reserve volume. Inspiratory reserve volume. Okay,
inspiratory reserve volume വന്നു. And this is the ERV, expiratory reserve volume. This is this volume. Okay, expiratory reserve volume. Okay, fine. Then so now here expiratory capacity. What will be the expiratory capacity? Tidal volume plus this one. Oh, sorry. Tidal volume plus this much volume, okay, is the expiratory capacity. This is the expiratory capacity. This is the TV. Okay, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വരച്ചെടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? TV. Okay, then this from here, color change, black വേണ്ട, VC. ഇത് ഫസ്റ്റ് ആയി. Okay, from here to VC, then this volume to this one, this much volume. This volume is functional residual capacity. Functional residual capacity RV plus ERV. നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കി നോക്കൂ. Want the curve touch residual volume. ഏത് കർവ്? This curve you can, no issues, it can touch. Okay, fine, clear അല്ലേ? പിടുത്തം കിട്ടിയോ? ഈ വൈറ്റൽ കപ്പാസിറ്റിയുടെ കളർ ഞാൻ മാറ്റി വരച്ചുതരാം. ഓക്കെ, ഇത് വെച്ചിട്ടൊന്ന് നിങ്ങളുടെ ആ ഗ്രാഫ് ഒന്ന് പഠിച്ചു നോക്കി നോക്കൂ. നിങ്ങളുടെ ഗ്രാഫ് ഒന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി നോക്കി നോക്കൂ, നിങ്ങൾക്ക് കിട്ടും. കിട്ടിയില്ലെങ്കിൽ സംശയം വീണ്ടും വരുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. മാത്രമല്ല അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം, സംസാരിക്കാം. ഇത് വെച്ചിട്ട് നിങ്ങൾ നോക്കി നോക്കും. ആകെ ഒരു കാര്യം ആലോചിക്കേണ്ട കാര്യമുള്ളൂ, ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷനും നോർമൽ ഇൻസ്പിറേഷനും, അതായത് ഫോഴ്സ്ഫുൾ റെസ്പിറേഷനും നോർമൽ റെസ്പിറേഷനും. ബാക്കിയുള്ളതൊക്കെ ആ ഡ്രോയിങ് വരയ്ക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടും. ഡ്രോയിങ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ആ വേവ് ഒന്ന് വരയ്ക്കുന്നതോട് കൂടി തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിൽ വേണമെങ്കിൽ നമ്മുടെ ആക്സിസിൽ എന്താണെന്നുള്ളത് നമുക്ക് എഴുതാം. This here it is the volume, lung volume. Here it is the time. Okay, this is the actual thing. Okay, അപ്പൊ പിക്ടോറിയൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് എൻ്റെ ധാരണ. ഓക്കെ, ഇനി മറക്കുകയില്ല, ഈ ഫിഗർ ഒന്ന് വരയ്ക്കാൻ പഠിക്കണം മാത്രമേ ഉള്ളൂ. 5 മിനിറ്റ് അല്ലെങ്കിൽ വേണ്ട 25 മിനിറ്റ്, അരമണിക്കൂർ വെച്ചോളൂ, അങ്ങേയറ്റം 1 മണിക്കൂർ വെച്ചോളൂ. 5 മാർക്കാണ് കേട്ടോ, 5 മാർക്ക്. ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഓക്കെ, അതായി. അപ്പൊ അതായാലോ. ഇനി ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസുകളാണ് റെസ്പിറേറ്ററി വോളജ് ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞു. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന അടുത്ത സ്റ്റേജിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. വേഗം നമുക്കത് പറഞ്ഞു പോവാം. ഞാനിത് മാറ്റട്ടെ. കെനായി, നിങ്ങൾ ഒരു സ്നാപ്ഷോട്ട് എടുത്ത് വെച്ചാൽ പോരെ? സെറ്റ് അല്ലേ? വരച്ചെടുക്കല്ലോ. സഹായം മാക്കിയാണ് കേട്ടോ, മാക്കിയാണ്. മാച്ചു പോയി. നെക്സ്റ്റ്, ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് വളരെ ഈസിയാണ്, എനിക്ക് ഒന്നും പറയാനില്ല. ഹീമോഗ്ലോബിൻ അറിയാലോ, ഹീമോഗ്ലോബിൻ അതിന്റെ ഹീമോഗ്ലോബിൻ കേട്ട കോൺജുഗേറ്റഡ് പ്രോട്ടീൻ പാർട്ട് ഈസ് ഗ്ലോബിൻ. അതുപോലെ ഹീം പാർട്ട് ഉണ്ട്, അത് നമുക്ക് മനസ്സിലായി, കോൺജുഗേറ്റഡ് പ്രോട്ടീൻ ആണ്. ഓക്കെ, ശ്രീദേവേ വീഡിയോ ഓഫ് ചെയ്തടാ. ഓക്കെ, ഫൈൻ. അപ്പൊ അത് കിട്ടി. എവിടെ പോയേ നീ ഇതിന്റെ ഇടയ്ക്ക്? അത് കഴിഞ്ഞാൽ ഓക്സി ഹീമോഗ്ലോബിന്റെ ഇതാണ്.
ഓക്സി ഹീമോഗ്ലോബിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്നറിയാമോ? ഓക്സി ഹീമോഗ്ലോബിൻ ഒരു ആസിഡ് നേച്ചർ ഉള്ള ഓക്സി ഹീമോഗ്ലോബിൻ ഒരു ആസിഡ് നേച്ചർ ഉള്ള ഒരു സാധനമാണ് കേട്ടോ. ഓക്സിജൻ. ഓക്കെ, ഓക്സി ഹീമോഗ്ലോബിൻ ആണ് മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് അറിയാലോ. ഓക്സിജനെ പറ്റിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓക്കെ, ഓക്സിജനേഷൻ റിയാക്ഷൻ ആണ്. ഒരു ഹീമോഗ്ലോബിന് ചെയ്യാവുന്ന മാക്സിമം ഓക്സിജന്റെ നമ്പർ എത്രയാണ്? ഹീമോഗ്ലോബിൻ ഇസ് എ ബഫർ. ഹീമോഗ്ലോബിൻ ബഫർ ആണ്, പക്ഷെ ഓക്സി ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടോൺ ഡോണർ ആണ്. ഓക്സി ഹീമോഗ്ലോബിൻ കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. സിഗ്നിഫിക്കൻസ് എന്താന്നുള്ളത് നമ്മൾ കാണും. ഹീമോഗ്ലോബിൻ വഴിയാണ് പോകുന്നത്. നമുക്കറിയാം 100 ml ഓഫ് ഓക്സിജനേറ്റഡ് 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യാൻ പറ്റുന്നത് 5 ml ആണ് മാക്സിമം ഓക്സിജൻ കേട്ടോ. മാക്സിമം 5 ml എന്ന് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ടെക്സ്റ്റിൽ 5 ml എന്നാണ് തന്നിരിക്കുന്നത്, പക്ഷെ ആക്ച്വലി അത് എത്രയാണ്? 20 ml ആണ് കേട്ടോ. 20 ml ആണ്. അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5 ml നമ്മൾ ടെക്സ്റ്റിൽ തന്നതാണ് എഴുതേണ്ടത്. 1 gram ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നതിന് വഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന 1.34 ആണ്. അപ്രോക്സിമേറ്റ്ലി 15 gram ഓഫ് ഹീമോഗ്ലോബിൻ ആണ് ഉണ്ടാവുക. 15 into 1.34 ആണ്. വളരെ ഈസിയാണ്. അപ്രോക്സിമേറ്റ്ലി 20.1 വരും. അതാണ് അതിന്റെ ആൻസർ. നമുക്ക് ആവശ്യമില്ല. നമുക്ക് 5 ml നമുക്ക് പിടിച്ചു നിൽക്കാം കേട്ടോ. നമ്മൾ 5 ml ആണ്. നമുക്ക് ടെക്സ്റ്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. 5 ml വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാൻ ക്യാരി 5 ml ഓഫ് ഓക്സിജൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഹീമോഗ്ലോബിൻ ആണ് അല്ലെ. ഇനിയോ 98% ഓഫ് ദ ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ദ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ വഴിയാണ്, ഓക്സി ഹീമോഗ്ലോബിൻ വഴിയാണ് മേജർ ഓക്സിജന്റെ ട്രാൻസ്പോർട്ട്. നമുക്ക് അറിയാവുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. 98.5 ഓക്സി ഹീമോഗ്ലോബിൻ ആൻഡ് ബാക്കി 98.5 ബാക്കി 1.5 ഡിസോൾവ്ഡ് ഫോമിലാണ് പോകുന്നത്. ഡിസോൾവ്ഡ് ഫോം. ഇത്രയാണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ. സോ സിമ്പിൾ. പക്ഷേ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ഒന്നാമത്തത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. എപ്പോഴും ഫ്രം ഇറ്റ്സ് റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ഇറ്റ്സ് റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ആണ്. അതുകൊണ്ട് പാർഷ്യൽ പ്രഷർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയാം. രണ്ടാമത്തെ പോയിന്റ് ആണ് pH, അസിഡിസിറ്റി കേട്ടോ. pH. മൂന്നാമത്തതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓഫ് കോഴ്സ് പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ ഭാഗത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായിരിക്കും എന്നുള്ള ഒരു ഐഡിയയിലാണത്. യു ആർ ഗെറ്റിംഗ്? ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? നാലാമത്തതാണ് ടെമ്പറേച്ചർ. ഈ 4 പോയിന്റും ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനെ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു ഹീമോഗ്ലോബിൻ ആണ് എങ്കിൽ അതിന് 4 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ. ഹീമോഗ്ലോബിൻ കൺട്രോൾ സെറ്റ്. ഈ കളർ വേണ്ട. റെസ്പിറേഷൻ ഇന്നത്തെ ദിവസം തീരില്ലേ. 1 മോളിക്യൂൾ ഓഫ് ഹീമോഗ്ലോബിൻ ഇസ് ഈക്വൽ ടു 4 ഓക്സിജൻ ആണ്. അപ്പോൾ അതിൽ 2 ഓക്സിജനെ ഉള്ളൂ എങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് 50% സാച്ചുറേറ്റഡ് അല്ലെ. അതിന്റെ അർത്ഥം എന്താ പറയുന്നത്? ഹീമോഗ്ലോബിൻ എല്ലായ്പ്പോഴും 4 മോളിക്യൂളിനെ തന്നെ കൊണ്ടുപോകണം എന്ന് ഇല്ല എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി ഫുള്ളി സാച്ചുറേറ്റഡ്, ഇറ്റ് ക്യാൻ ബി പാർഷ്യലി സാച്ചുറേറ്റഡ്. ഓക്കെ, ആൻഡ് ഇതിനെ ബാധിക്കുന്ന കേസുകൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, pH, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ടെമ്പറേച്ചർ അല്ലെ. ഈ ഫാക്ടേഴ്സിന്റെ ഒക്കെ ഇൻഫ്ലുവൻസിന് അനുസരിച്ചിട്ടാണ് ഹീമോഗ്ലോബിന് ഓക്സിജനെ ക്യാരി ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിടുത്തം കിട്ടിയോ? എന്താ പറഞ്ഞു വരുന്ന പോയിന്റ് എന്നുള്ളത് മനസ്സിലായോ? ഹീമോഗ്ലോബിൻ നമ്മൾ പറയും ഒരു മോളിക്യൂൾ ഓഫ് ഹീമോഗ്ലോബിനെ 4 ഓക്സിജനെ ബൈൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഒരു ഹീമോഗ്ലോബിൻ കണ്ട ഉടനെ 4 ഓക്സിജനെ ബൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോവാണോ? അങ്ങനെ എപ്പോഴും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇറ്റ് ഈസ് കണ്ടീഷണൽ. You think about it, conditional. And ആ conditional എന്ന് പറയുന്ന സാധനം എന്താണ്? Depending upon the factors, partial pressure of oxygen, pH, partial pressure of carbon dioxide, temperature, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോ എന്താണ്? ഈ ഫാക്ടേഴ്സും സാച്ചുറേഷനും തമ്മിൽ ഒരു ബന്ധമുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലായോ? അതില് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജന്റെയും സാച്ചുറേഷന്റെയും ഹീമോഗ്ലോബിന്റെ സാച്ചുറേഷന്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓഫ് സാച്ചുറേഷൻ
എങ്ങനെയാണ് ഇവർ തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ബാക്കിയുള്ളതൊന്നും എടുത്തിട്ടില്ലേ. പി എച്ചിന് അവിടെ വിട്ടു, ടെമ്പറേച്ചറിന് അവിടെ വിട്ടു, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന് അവിടെ വിട്ടു. ഇതൊക്കെ അവിടെ നിർത്തി നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനെ മാത്രം എടുത്തു. എന്നിട്ട് ഹീമോഗ്ലോബിന്റെ സാച്ചുറേഷൻ ലെവലിന്റെ മുകളിൽ അതിനുള്ള ഇഫക്റ്റ് എന്താണ് എന്ന് നോക്കി. അതിനെ നമ്മൾ പറയുന്നതാണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. ആ പേര് വരാൻ എന്താ കാരണം എന്ന് മനസ്സിലായോ? നമ്മൾ അവിടെ ചെക്ക് ചെയ്തത് വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഓൺ ദ സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് ഇതാണ് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ എന്ന് വിചാരിക്കാം. ഓക്സിജൻ ഇതിന്റെ കൂട്ടത്തിൽ വന്ന് ബൈൻഡ് ചെയ്താൽ, 4 ഓക്സിജൻ വന്ന് ബൈൻഡ് ചെയ്താൽ ഫുള്ളി സാച്ചുറേറ്റഡ്. എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ഹീമോഗ്ലോബിന്റെ മുകളിൽ ആകെ 2 ആളെ ഉണ്ടാവുള്ളൂ, 50% സാച്ചുറേറ്റഡ്. ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ, 25% സാച്ചുറേറ്റഡ്. 3 ആളുണ്ടെങ്കിൽ 75% സാച്ചുറേറ്റഡ്. Oxygen can bind and it can take part with the hemoglobin reversibly. Binding is reversible binding ആണ് അല്ലേ? റിവേഴ്സിബിൾ ബൈൻഡിങ് ആണ്. ബൈൻഡ് ചെയ്യാനും പറ്റും, വിട്ടുപോകാനും പറ്റും. ആ റിലേഷൻഷിപ്പിനെസ്, ആ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജന്റെയും അതുപോലെ സാച്ചുറേഷന്റെ റിലേഷനെയാണ് നമ്മൾ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. എന്തുകൊണ്ടാണ് നമ്മൾ സാച്ചുറേഷൻ കർവ് എന്ന് പറയാതെ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്? അത് നമുക്ക് ആ ഗ്രാഫ് വരച്ചാൽ കിട്ടും. ഇതാണ് ഗ്രാഫ്. നിങ്ങളുടെ ചിത്രത്തിൽ ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് എന്താണ്? അതിന്റെ ഷേപ്പ് എന്താണ്? ഇറ്റ് ഈസ് എ സിഗ്മോയിഡ് കർവ്. എസ് ഷേപ്ഡ് കർവ് ആണ്, സിഗ്മോയിഡ് കർവ് ആണ്. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കുക. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് സ്പീഡിൽ പോവും. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വൈ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ആണ്. പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഞാൻ എഴുതുന്നില്ല കേട്ടോ. പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ 20% ഞാൻ വരയ്ക്കുന്നു. 40, 60, 80, 100 ടെക്സ്റ്റിലുള്ളതാണ്, ഞാൻ ഒന്നും പറയുന്നില്ല. 100. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മൾ ഇവിടെ എടുക്കുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അത് ആ ചിത്രത്തിൽ തന്നെ ഉണ്ട്. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ആണ് അല്ലെ? ഈ പറഞ്ഞ പോലെ 20, 40, 60, 80, 100. ഓക്കെ, എടുത്തു മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഓക്കെ, ഇനി നമ്മൾ നോക്കുക അറ്റ് 20 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 20 ആണെങ്കിൽ അതിന്റെ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പൊ ഈ ഗ്രാഫ് വരച്ച് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, എന്നാലും ഇങ്ങനെയാണ് ഗ്രാഫ് വരേണ്ടത്. ഓക്കെ, അപ്പൊ അത് വരുന്നത് എവിടെയാണ്? ഇവിടെയാണ് വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ 20 ആണെങ്കിൽ സാച്ചുറേഷൻ 25 ആണ്, അല്ലെങ്കിൽ 30 ആണ്. 30% സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് 20 millimeter mercury partial pressure of oxygen, 70% of the oxygen will detach from the hemoglobin. അതല്ലേ അതിന്റെ മീനിങ്, ഡിസോസിയേറ്റ് ഫ്രം ദ ഹീമോഗ്ലോബിൻ. കലങ്ങിയോ? ഒന്നും കൂടി ഞാൻ ചോദിക്കുന്നത്, കലങ്ങാത്തവരുണ്ടാവും ചിലപ്പോ. അതായത് 20-ല് ഇവിടെ നോക്കുക, 20 millimeter മെർക്കുറി പ്രഷറില് 30% സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ 70% എന്താണ്? ഡിസോസിയേറ്റഡ് ഫോമിലാണ്, ഫ്രീ ഫോമിലാണ്. പിടുത്തം കിട്ടിയോ? 30% saturated. Okay, that means 70% is dissociated. That means ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഓക്സിജനെ റിലീസ് ചെയ്യും. ഇത് എപ്പോഴാ സംഭവിക്കുക? ഈ 20 അതുപോലെ 40 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സെല്ലിൽ ഉണ്ടാവുന്നതാണ്. സെല്ലിലല്ലേ ഓക്സിജന്റെ ഇത് കുറവ്. ദാറ്റ് മീൻസ് എന്താ? നമ്മൾ എക്സ്റ്റെൻസീവ് വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക. എക്സ്റ്റെൻസീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ബോഡിയിൽ സെൽസ് ഓക്സിജൻ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഓക്സിജൻ ഡെപ്ലീറ്റഡ് കണ്ടീഷൻ ആണ്. ഇത് സെൽസിലാണ് സംഭവിക്കുക അല്ലെ? ഈ കണ്ടീഷനൊക്കെ സെൽസിലാണ് സംഭവിക്കുക.
അല്ലെങ്കിൽ ടിഷ്യൂസിലാണ് സംഭവിക്കുക. അപ്പൊ അവിടെ എന്താണ്, കൂടുതൽ ഓക്സിജൻ ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്സി ഹീമോഗ്ലോബിൻ വിൽ ഡിസോസിയേറ്റ് ഓക്സിജൻ ഇൻടു ഓക്സിജൻ ആൻഡ് ഹീമോഗ്ലോബിൻ. ഈ സ്റ്റേജ് എവിടെയായിരിക്കും ഉണ്ടാവുക? ഇത് 100% സാച്ചുറേഷൻ എന്ന് പറയുന്നത് ലങ്സിൽ ഉണ്ടാകുന്ന സംഭവമാണ്. ലങ്സിലാണ് സംഭവിക്കുന്നത് 100% ഓഫ് സാച്ചുറേഷൻ. അത് എപ്പോഴാ സംഭവിക്കുന്നത്? നിങ്ങൾ നോക്കിക്കോളൂ. അതിന്റെ വാല്യൂ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഫിഗർ എടുത്ത് നോക്കുക. ഞാൻ വരച്ച ഫിഗറിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും കേട്ടോ. മനസ്സിലായോ? അതിലൊരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടത്, ഈ 40 മില്ലിമീറ്റർ മെർക്കുറിയിലെ അപ്രോക്സിമേറ്റ്ലി 70 സാച്ചുറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ 40 നമുക്ക് 70 കിട്ടുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അതുകൊണ്ടാണ് ടെക്സ്റ്റിൽ എന്ത് തന്നിരിക്കുന്നത്, ഇങ്ങനെ ചെറിയ 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 കള്ളികളായിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാനും ആ ഡിസോസിയേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നിങ്ങൾ എടുത്തു നോക്കുക. അതായത് നമ്മളുടെ 40 ഓക്സിജനേറ്റഡ് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ വരുന്നത് എവിടെയാണ് നോക്കുക. ഞാൻ ഇങ്ങനെ നോക്കുന്നത് ടെക്സ്റ്റിലെ വാല്യൂസ് ആണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിസോസിയേഷന് പാർഷ്യൽ പ്രഷർ ഇമ്പോർട്ടന്റ് ആണ്. ഡിസോസിയേഷൻ കർവിനെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതിൽ നോക്കുക. ഇതിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഓഫ് ഓക്സിജൻ 40 ആണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 40 മില്ലിമീറ്റർ ആണ്. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയോ? ഞാൻ പറയുന്നത് കിട്ടുന്നില്ലേ? ആ സമയത്ത് എന്താ അതിന്റെ അർത്ഥം? മാക്സിമം ഹീമോഗ്ലോബിൻ, ഒരു ഹീമോഗ്ലോബിന്റെ കൂട്ടത്തിലുള്ള 70% സാച്ചുറേഷനിൽ അത് നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഹീമോഗ്ലോബിന്റെ കൂടെ 3 ഓക്സിജൻ ബൈൻഡ് ചെയ്തിട്ട് തന്നെ നിൽക്കുന്നു. അത് ഏത് കണ്ടീഷൻ ആയിരിക്കും? വെൻ വി ആർ കിടന്നുറങ്ങുന്ന സമയത്ത്. നമ്മൾ ഒരു തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മളുടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലുള്ള നമ്മൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നാ പറയുന്നത്. പക്ഷെ യു തിങ്ക് ഇറ്റ് ഈസ് 70% സാച്ചുറേറ്റഡ് ഈവൻ ഇൻ ദ ഡീഓക്സിജനേറ്റഡ് കണ്ടീഷൻ. ഞാൻ വലിയൊരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ. നമ്മൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാലും ആക്ച്വലി അത് എന്തല്ല, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല. ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് വിത്ത് 70% ഓഫ് ഓക്സിജൻ വിച്ച് ഒക്കേഴ്സ് ഡ്യൂറിങ് റെസ്റ്റിംഗ്. പക്ഷെ നമ്മൾ എക്സസീവ് വർക്കിംഗ് കണ്ടീഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ 40% ആവില്ല, അത് 40 ആവില്ല, 20 ആയിരിക്കും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ആ സമയത്ത് എന്താണ്, അവിടെ ഓൺലി 30% ആണ്. 70% ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അതാണ് വർക്കിങ്ങും റെസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഒരു ചെറിയ ഗ്രാഫ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ചെറിയ ഗ്രാഫ് കൊണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ? പിടുത്തം കിട്ടിയോ? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി ഈ ചാപ്റ്ററിന് കുറെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഒന്നും മറക്കണ്ട. എന്തുകൊണ്ടാ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആക്ച്വലി നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് സാച്ചുറേഷൻ ആണെങ്കിലും എത്ര പെർസെന്റേജ് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അത് പാർഷ്യൽ പ്രഷർ നോക്കിയിട്ടാണ്. അവിടുത്തെ പാർഷ്യൽ പ്രഷറുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ലാസ്റ്റ് പാർട്ട് ഒന്നും കൂടി പറയൂ. അതായത് എന്താണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ റെസ്റ്റിംഗ് കണ്ടീഷൻ, നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മളുടെ ബ്ലഡിന്റെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലെ പാർഷ്യൽ പ്രഷർ 40 ആണ്. അല്ലെങ്കിൽ നമ്മളുടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 40 ആണ്. ആ സമയത്ത് ഹീമോഗ്ലോബിൻ 70% സാച്ചുറേറ്റഡിലാണ് നമ്മുടെ ആ ഗ്രാഫ് അനുസരിച്ച്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ പറയും ബ്ലഡ് ടിഷ്യൂല് പോയിട്ട് തിരിച്ചു വരുന്നതല്ലേ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത്. നമ്മൾക്കൊരു തെറ്റിദ്ധാരണ എന്ന് വേണമെങ്കിൽ പറയാം. ടിഷ്യൂല് പോയി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ എപ്പോഴും ഓക്സിജൻ അവിടെ ഡംപ് ചെയ്തിട്ടാണ് തിരിച്ച് വെറും കൈയോടെ തിരിച്ചു വരുന്നതെന്ന്. അല്ല, നിങ്ങൾ വർക്ക് ചെയ്യാതെയാണ് ഇരിക്കുന്നതെങ്കിൽ 40 മില്ലിമീറ്റർ മെർക്കുറി എന്ന് പറയുന്ന പാർഷ്യൽ പ്രഷറിൽ നമ്മളുടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ 70% സാച്ചുറേറ്റഡ് ആണ്. ടിഷ്യൂസിലെ കുറച്ച് ഓക്സിജന്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് 30% മാത്രമേ അവിടെ ഡിസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ. ടിഷ്യൂസ് റെസ്റ്റിംഗ് കണ്ടീഷൻ അല്ലേ, ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ലല്ലോ, അവർക്ക് ഓക്സിജൻ കുറച്ച് മതി. എന്നാൽ നമ്മൾ ഹാർഡ് വർക്കിംഗ് ചെയ്യാണ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാണ്, then the partial pressure will be at 20 millimeter mercury. ടിഷ്യൂല് എന്തായിരിക്കും? 70% ഡിസോസിയേഷൻ ആണ്. ഓൺലി സാച്ചുറേഷൻ ഈസ് 30%.
സാച്ചുറേറ്റഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസോസിയേഷൻ. അതെ, തീർച്ചയായിട്ടും സാച്ചുറേറ്റ് ചെയ്യാത്ത അവസ്ഥയാണ് ഡിസോസിയേറ്റഡ് അവസ്ഥ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേട്ടോ ഇമ്രാനെ. അതെ അതെ, അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സാച്ചുറേറ്റ് ചെയ്ത് നിൽക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റഡ് അവസ്ഥയാണ്. മനസ്സിലായോ? ഹീമോഗ്ലോബിൻ എത്രമാത്രം ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്, എത്ര ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോ എത്ര ബാക്കിയുണ്ട് എന്ന് പറയുന്നതാണ് ഡിസോസിയേഷന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. പിടുത്തം കിട്ടിയില്ലേ? അയ്യോ, ഇനി നെക്സ്റ്റ് ഇഫക്റ്റ് ഓഫ് പി എച്ച് എന്ന് നമുക്ക് പറയാനുണ്ട്. ഇഫക്റ്റ് ഓഫ് പി എച്ച്, അതിനെ നമ്മൾ ബോർ ഇഫക്റ്റ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇഫക്റ്റ് ഓഫ് പി എച്ചിനെ നമ്മൾ ബോർ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ലോവറിംഗ് ഓഫ് പി എച്ച് അല്ലെ, ഹീമോഗ്ലോബിൻ ദ എഫക്ട് ഓഫ് പി എച്ച് ഓൺ ഓക്സിജൻ അഫിനിറ്റി ഈസ് നോൺ ആസ് ദ ബോർ ഇഫക്റ്റ്. ഞാൻ പറഞ്ഞാണ്, അതും എഗെയിൻ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് അതൊന്നും ഇങ്ങനെ ഒരു ഗ്രാഫിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, കുറച്ച് സമയം കൂടുതൽ ക്ലാസ് എടുക്കുക. ഈ ചാപ്റ്റർ ഇപ്പൊ തന്നെ തീർത്തേക്കാം കേട്ടോ. അത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, പി എച്ച് 7 പോയിന്റ് ഷിഫ്റ്റ്, അതായത് വളരെ സിമ്പിൾ ആണ്. ലോവറിംഗ് ഓഫ് ദ പി എച്ച്, ഇപ്പൊ പി എച്ച് നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വളരെ ബോർ ഇഫക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ, BOHR ബോർ ഇഫക്റ്റ്. ലോവറിംഗ് ഓഫ് ദ പി എച്ച് നമ്മൾ കുറച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കർവ് വിൽ ഷിഫ്റ്റ് ടു ദ റൈറ്റ് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്സിജന്റെ അഫിനിറ്റി ആണ് പറയുന്നത് കേട്ടോ, ഹീമോഗ്ലോബിനുമായിട്ടുള്ള അഫിനിറ്റി. അതായത് എന്താണ്, ഇപ്പോ അസിഡിറ്റി, ലോവറിംഗ് ഓഫ് ദ പി എച്ച് എന്ന് പറയുന്നത് ഇൻക്രീസിങ് അസിഡിറ്റി ആണ്. ഇത് ഇങ്ങനെ നോട്ട് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു ബോർ ഇഫക്റ്റ് അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്, ഏത് എഫക്റ്റ് ആണ് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ, അല്ലാതെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കില്ല. ലോവറിംഗ് ഓഫ് ദ പി എച്ച് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് അസിഡിറ്റി ആണ്. അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത്, ദ സിഗ്മോയിഡ് കർവ് വിൽ ലീവ് ടുവേർഡ്സ് ദ റൈറ്റ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്ര മാത്രമേ നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സാച്ചുറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ആണ്. കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, കാർബൺ ഡയോക്സൈഡിന് പറയുമ്പോൾ കാർബൺ മോണോക്സൈഡിനെ പറ്റി ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാർബൺ മോണോക്സൈഡ് ഇറിവേഴ്സിബിളി ബൈൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇറിവേഴ്സിബിളി ബൈൻഡ് ചെയ്താണ് ഹീമോഗ്ലോബിനുമായിട്ട്. ഇറിവേഴ്സിബിളി ബൈൻഡ് ചെയ്തിട്ട് ഹീമോഗ്ലോബിനായിട്ട് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടിന്റെ പേരെന്താണ്? വേഗം പറയൂ. വേഗം പറയൂ. കാർബോക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, കാർബോക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇനി കാർബൺ ഡയോക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യുന്നത് കാർബാമിനോ ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, 20 to 25% കാർബാമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, ടെക്സ്റ്റിലുള്ളതാണ്. 20 to 25% കാർബാമിനോ ഹീമോഗ്ലോബിൻ ആണ്. പിന്നെ ഡിസോൾവ്ഡ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് 5 to 7% ഡിസോൾവ്ഡ് ഫോം. ബട്ട് മേജർ പോർഷൻ എന്ന് പറയുന്നത് ബൈകാർബണേറ്റ് അയോൺ ആണ്. 70% ഓഫ് ദ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ദ ബൈകാർബണേറ്റ് അയോൺ ആണ് കേട്ടോ. ഒരു കാര്യം ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ ബൈകാർബണേറ്റ് അയോൺ ഫോമിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് കാർബോണിക് അൻഹൈഡ്രേസ്. കാർബോണിക് അൻഹൈഡ്രേസ് ഈ എൻസൈമിന്റെ പേര്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ് കേട്ടോ. ബൈകാർബണേറ്റ് അയോൺ കാർബോണിക് അൻഹൈഡ്രേസ് ആണ്. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത്. അതായത് എന്താണ്, നമ്മളുടെ ഇത് സംഭവിക്കുന്നത് എവിടെയാണ്, RBCയിലാണ് കേട്ടോ. എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, നമ്മളുടെ RBCയുടെ ഉള്ളിലേക്ക് ഡിഫ്യൂസ് ചെയ്യും അല്ലെ. ഡിഫ്യൂസ് ചെയ്തതിന് ശേഷം ബൈകാർബണേറ്റ് അയോൺ ഒക്കെ ഫോം ചെയ്യുന്നത് എവിടെയാണ്, ഈ നമ്മളുടെ RBCയുടെ സൈറ്റോപ്ലാസത്തിന്റെ അകത്താണ്. RBCയുടെ സൈറ്റോപ്ലാസത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് ബൈകാർബണേറ്റ് അയോൺസ് ഫോം ചെയ്യുന്നത്. ജസ്റ്റ് അത് മനസ്സിലാക്കുക. ഓക്കെ, യു ആർ ഗെറ്റിംഗ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ, ഇതിങ്ങനെ ബൈകാർബണേറ്റ് അയോൺ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഫിനോമിനൻ ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ക്ലോറൈഡ് ഷിഫ്റ്റ്. ഇതിന്റെ പേരുകളൊക്കെ ഒന്ന് പഠിക്കുക. ക്ലോറൈഡ് ഷിഫ്റ്റ് കേട്ടുണ്ടോ നിങ്ങൾ? എന്താ ക്ലോറൈഡ് ഷിഫ്റ്റ് എന്ന്? മറ്റ് ബോർ ഇഫക്റ്റ് PHയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഓക്സിജന്റെ അഫിനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി.
മറ്റേത് ഈ ക്ലോറൈഡ് ഷിഫ്റ്റ്, ഇത് ചിലപ്പോൾ എക്സ്ട്രാ ചോദിക്കാവുന്നതാണ്. അത് കാർബൺ ഡയോക്സൈഡിന്റെ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാർബൺ ഡയോക്സൈഡിന്റെ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്? ബൈകാർബണേറ്റ് അയോൺ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബൈകാർബണേറ്റ് അയോൺ ഫോം ചെയ്യുന്നത് RBCയുടെ ഉള്ളിലാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ പ്രോസസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബൈകാർബണേറ്റ് അയോണിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിനോമിനൻ ഉണ്ട്, ദാറ്റ് ഈസ് ദ ക്ലോറൈഡ് ഷിഫ്റ്റ് എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ് പ്രോസസ്സ്. എന്താണ്? ബൈകാർബണേറ്റ് അയോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ് നമുക്കറിയാം. ഈ ക്ലോറൈഡ് ഷിഫ്റ്റ് എത്ര പേര് കേട്ടിട്ടുണ്ട്? ആൻസർ ചെയ്തേ വേഗം. കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ മിമി, ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ആകെ 1-2 ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് അറിയാം, കുറച്ച് പേര് ആൻസർ ചെയ്യുന്നുണ്ട്. ഫൈൻ, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഈ ബൈകാർബണേറ്റ് അയൺ ഈ RBCയുടെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടല്ലോ, ഈ RBCയുടെ പ്ലാസ്മ മെംബ്രെയിന്റെ കുറുകെ എക്രോസ് ആയിട്ട് ബൈകാർബണേറ്റ് അയോൺ HCO3- ഇങ്ങോട്ട് വരും അല്ലെ. അപ്പൊ സഡൻ ചേഞ്ച് ആണ് എന്തില്? അയോൺ ഫ്ലക്സിൽ, ചാർജ് ഫ്ലക്സിൽ സഡൻ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. സോ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ന്യൂട്രൽ, നമ്മളുടെ പ്ലാസ്മയിൽ നിന്ന്, ബ്ലഡ് പ്ലാസ്മയിൽ നിന്ന്, RBC ഇതാണെങ്കിൽ ഇതിന്റെ സറൗണ്ടിങ് പ്ലാസ്മയല്ലേ ഉണ്ടാവുക? ICSE ബുക്സിൽ ഉണ്ട്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, നമ്മൾ CBSE NCERT പഠിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കേൾക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ശരി, അപ്പോൾ ഈ പ്ലാസ്മയിൽ നിന്ന് ക്ലോറൈഡ് അയോൺ തിരിച്ച് എങ്ങോട്ട് പോകും? RBCയുടെ ഉള്ളിലേക്ക് പോകും. അല്ലെങ്കിൽ RBCക്ക് പ്രശ്നമാണ്, RBCയുടെ സെല്ലിന്റെ അയോണിക് കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBC പ്രോബ്ലം, RBC വിൽ ബി ഇൻ ട്രബിൾ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്ലോറൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. സോ ദിസ് ഈസ് ദ ചാപ്റ്റർ. ഇതാണ് നമ്മളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ആണ്. റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പോൺസിൽ നമ്മുടെ ന്യൂമോടാക്സിക് സെന്റർ ഉണ്ട്, അപ്ന്യൂസ്റ്റിക് സെന്റർ ഒക്കെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പോൺസും മെഡുല്ലയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമുക്ക് ന്യൂറോണൽ ചാപ്റ്റർ എടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, ഞാനാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം കേട്ടോ. റെസ്പിറേറ്ററി റിതം സെന്റർ, ഞാൻ പറഞ്ഞില്ലേ റെസ്പിറേറ്ററി റിതം സെന്റർ എന്ന് പറയാം, കാരണം അതിങ്ങനെ ഡ്യൂറേഷൻ കൂട്ടാൻ പറ്റും, അതിന്റെ വോളിയം കൂട്ടാൻ പറ്റും. ഡിസോർഡേഴ്സ്, ഡിസോർഡേഴ്സ് എന്താണ്? റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്, സ്മോക്കിംഗ് ഈസ് വൺ ഓഫ് ദ മേജർ പ്രോബ്ലം അല്ലെ. അത് കോസസ് എംഫിസിമ എന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റെസ്പിറേറ്ററി റിതം സെന്റേഴ്സ് ഉണ്ട്. പിന്നെ ആസ്മ, പിന്നെ ടെക്സ്റ്റിൽ വേറെ ഏതാ പറഞ്ഞിരിക്കുന്നത്? ഒരു മിനിറ്റ്. എംഫിസിമ, ആസ്മ, ലേബേർഡ് ബ്രീത്തിങ് ആണ്. അതുപോലെ എംഫിസിമയിലൊക്കെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മളുടെ ആൽവിയോളയുടെ, അപ്പൊ ഞാൻ ആൽവിയോളൈ സാക്ക് എന്ന് പറഞ്ഞിട്ട് വരച്ച് കാണിച്ചെന്നില്ലേ, ഇങ്ങനത്തെ ആൽവിയോളൈ സാക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെ സാക്ക് ഉണ്ടാകുന്നതിന്റെ ഒരു ഫിസിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഇത് റെസ്പിറേറ്ററി ഡക്റ്റ് ആണ്. ഇതാണ് ആൽവിയോളൈ സാക്ക്. നോക്കൂ, ഒരു ആൽവിയോളൈ സാക്ക് ഇങ്ങനെയാണ്. അപ്പൊ നോക്കൂ, ഇതിന്റെ ഈ ആൽവിയോളൈസിന്റെ അക്രോസ് ആണ് എന്തുള്ളത്? ഡിഫ്യൂഷൻ സംഭവിക്കുന്നത് അല്ലേ. ഒരു മിനിറ്റ്, ഞാൻ ആൽവിയോളൈനെ ഇവിടെ ഓക്കെ, ആൽവിയോളാർ സാക്ക് വരച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബ്ലഡ് വെസൽ പോകുന്നത്, ഐ മീൻ ദ കാപ്പിലറി പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ആൽവിയോളയുടെ സാക്ക് ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറയെ സെപ്റ്റംസ് ഉള്ളത് കൊണ്ട് ഇത് സർഫസ് ഏരിയ ഇസ് ഇൻക്രീസ്ഡ്, മെനി ഫോൾഡ് ഇൻക്രീസ്ഡ് അല്ലെ, പലവട്ടം അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എംഫിസീമ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല്, ഈ സെപ്റ്റംസ് എല്ലാം ഇല്ലാതെയായിട്ട് പോകും. സെപ്റ്റംസ് ഇല്ലാതെയായിട്ട് പോവാണ് എംഫിസിമയിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ്? സർഫസ് ഏരിയ ഈസ് ഡിക്രീസ്ഡ്. അവരുടെ ആൽവിയോളൈ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വെറുതെ ഇങ്ങനെ ഒരു സാക്ക് മാത്രം ഉണ്ടാവും. സോ റെസ്പിറേറ്ററി സർഫസ് ഏരിയ, ഡിഫ്യൂഷൻ ഏരിയ, അല്ലെങ്കിൽ ആ ബയോളജിക്കൽ മെംബ്രെയിന്റെ ടോട്ടൽ ഏരിയ വിൽ ഗെറ്റ് റിഡ്യൂസ്ഡ്, സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യുന്ന എംഫിസിമയിൽ കേട്ടോ. അതാണ് സംഭവിക്കുന്നത്. അത് മേജർ കോസ് സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. പിന്നെ ആസ്മ, ലേബേർഡ്, അത് ഇൻഫ്ലമേഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. IgE ഒക്കെയാണെന്ന് തോന്നുന്നുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് വരുന്നത്. നെക്സ്റ്റ് ഒക്യുപ്പേഷണൽ ഹസാർഡ്, റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിൽ വരുന്ന ഫൈബ്രോസിസ് ഒക്കെയാണ്. ആസ്ബറ്റോസ് ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ ബോഡി ലങ്സിന്റെ ഉള്ളിലേക്ക് ഈ ആസ്ബറ്റോസിന്റെ ഒക്കെ ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഉള്ളിലേക്ക് പോകും.
സ്റ്റോൺ ഗ്രൈൻഡിങ്ങിലൊക്കെ അത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻഫ്ലമേഷൻ വരും അല്ലെ. അതിനെ നമുക്ക് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് കണക്റ്റീവ് ടിഷ്യൂസ്, ഫൈബ്രിൻ കണക്റ്റീവ് ടിഷ്യൂസ് വന്ന് അതിന്റെ മുകളിൽ ഇങ്ങനെ വെറുതെ ബൈൻഡ് ചെയ്ത് ലിവർ ലങ്സിന്റെ ഉള്ളിൽ ഫൈബ്രോസിസ് ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതാണ് ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്ന്. ഫൈബ്രോസിസ് ആണ് അത് കേട്ടോ. അത് ക്യാൻസർ ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. So this is the chapter. I hope I explained majority of the concepts of this chapter. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇന്ന് ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ്ട്. ഞാൻ ഇത് മാറ്റട്ടെ, ഇത് കളയട്ടെ, ഐ മീൻ ഇത് ഞാൻ മാറ്റാണ്. പിടുത്തം കിട്ടിയെന്ന് വിചാരിക്കണു. ന്യൂ ഷെയറിലേക്ക് പോകാം. ന്യൂ ഷെയറിലേക്ക് പോയിട്ട് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഗ്യാസസ്. ഓക്കെ, വന്നു. ഫൈൻ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തു പോയാലോ? വേഗം വേഗം കേട്ടോ. ഇത് ചെയ്തു വന്ന മിടുക്കന്മാരൊക്കെയാണ്? ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ചെയ്ത ആൾക്കാർ. അതുപോലെ ഒരു കാര്യം ഞാൻ പറയണു, നാളത്തെ എക്സാമിന് ബ്രീതിങ് ഇല്ല. ഇതിപ്പോ ഇന്ന് ഈ ഇത്രയും വൈകിയ സമയത്ത് എടുത്തിട്ട് പിന്നെ നാളെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത് പഠിക്കില്ല കേട്ടോ. അഞ്ജന, അടിപൊളി അഞ്ജന, ഗുഡ് ഗുഡ് ഗുഡ്. അഞ്ജന ചെയ്തു വന്നിട്ടുണ്ട്, അനഘ ചെയ്തു വന്നിട്ടുണ്ട്, അഞ്ജന KS അല്ലെ ചെയ്തു, റീൻ, മരിയം. ഓക്കെ, അടിപൊളി അടിപൊളി കേട്ടോ. ചെയ്തിട്ട് വരിക. ചെയ്യാത്ത ആൾക്കാർക്ക് ഞാൻ ഇവിടെ നിന്ന് നല്ലൊരു അടി തന്നിരിക്കണു, മേടിച്ചു വെക്കുക. ഫൈൻ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വേഗം വേഗം നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി. എന്നിട്ട് ബുക്സിലുള്ള നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. ഫൈൻ. ഓക്സിജൻ എക്സ്ചേഞ്ച് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, സിമ്പിൾ ഡിഫ്യൂഷൻ ഓവർ ദ ഇന്റർസ്റ്റേറ്റ് സ്പേസ്. ഏതിലാ സംഭവിക്കുന്നത്? ഓപ്ഷൻ പറ. ബോഡി സർഫസ് വഴി. ബോഡി സർഫസ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഓർഗാനിസംസിലാണ് ബോഡി? ചീള് ക്വസ്റ്റ്യൻ ആണ്, ഇതിലൊന്നും ഒന്നും പറയാനില്ല, ഫസ്റ്റ് പേജിൽ തന്നെ ഉള്ളതാണ് അല്ലെ. ഡി ഡി ഡി. ഓക്കെ, ഡി. ഓക്കെ ഓക്കെ, എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, ഓൾ ഓഫ് ദ എബോവ്. സ്പോഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പോഞ്ചില്ല. അതുപോലെ എന്താ ല്യൂക്കോസൊലീനിയ. ഓക്കെ, അതൊക്കെയാണ് സ്പോഞ്ചുകൾ. അത് നമുക്കറിയാം. സിലൻഡ്രേറ്റ്സിൽ വരുന്നത് ഹൈഡ്രയൊക്കെയാണ് എക്സാമ്പിൾ. ഫ്ലാറ്റ്വം, പ്ലാറ്റിഹെൽമിന്തസ്, അതൊക്കെ നമുക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എർത്ത് വർംസ്. വേഗം ഇതിൽ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് നോക്ക്. അക്വാട്ടിക് ആർത്രോപോഡ്. ചെയ്ത് ചാടി കയറി പറയുന്നുണ്ടല്ലോ. അക്വാട്ടിക് ആർത്രോപോഡ്സ്. അക്വാട്ടിക്. ഒരു കാര്യം പറയും, ഈ ഗിൽ റെസ്പിറേഷൻ ഞാൻ അവിടെ പറയാത്തതാണ്. ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ ദ അക്വാട്ടിക് ഫോംസ്. ഗിൽസ് കേട്ടാ. അക്വാട്ടിക് ഫോംസിൽ മാത്രം കാണുന്നതാണ് ഗില്ല്. ഈവൻ ചില മൊളസ്കിലും ചെറിയ ചെറിയ ഗില്ലുകൾ ഉണ്ട്, പക്ഷെ ഇറ്റ് ഈസ് വർക്കിംഗ് ഓൺലി ഇൻ ദ അക്വാട്ടിക് എൻവറോൺമെന്റ്. മൊളസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ചില മൊളസ്ക് ഒക്കെ ആംഫീബിയൻസ് ആണ്. അവർക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. അപ്പൊ വെള്ളത്തിലാവുന്ന സമയത്ത് ഗിൽ റെസ്പിറേഷനും, അതുപോലെ ടെറസ്ട്രിയൽ ആവുന്ന സമയത്ത് ക്യൂട്ടിക്കിൾ ആണെങ്കിൽ ക്യൂട്ടിക്കിൾ, അതല്ലെങ്കിൽ അവർക്ക് ഒരു ലങ് സാക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അവർക്ക്. അതുവഴിയാണ് അവർ ന്യൂമാഫോർ എന്നൊക്കെ പറയും. ഓക്കെ, ഫൈൻ. അപ്പൊ ഗിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അക്വാട്ടിക് ആണ് എന്ന് ഓർക്കുക. മൊളസ്ക് എന്ന് പറയുന്നത് ഏതാണ് ഇതിലത്തെ? ട്രക്കിയ, ലങ്സ്, ഗിൽസ്, മോയിസ്റ്റിക്യൂട്ടികൾ. വേഗം പറ. ടെറസ്ട്രിയൽ ഓർഗാനിസംസ്, ലങ്സ്, ഇൻസെക്ട്സ് ഏതാണ്? ട്രക്കിയ. അങ്ങനെയാണെങ്കിൽ മൊളസ്ക് ഏതാണ്? ഗില്ലാണോ മോയിസ്റ്റിക്യൂട്ടിക്കൽ ആണോ എന്നുള്ളതാണ്. മൊളസ്ക് കേട്ടോ. ഗില്ല് ഞാൻ പറഞ്ഞില്ലേ, അക്വാട്ടിക്കൽ ആണെങ്കിൽ മാത്രമാണ് ഗില്ല് വരുന്നത്. അവര് ന്യൂമാറ്റോഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കുറെ സ്ട്രക്ചേഴ്സ് വേറെ ഉണ്ട്. കരയിലാണെങ്കിൽ അത് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്നാലും ഞാൻ പറഞ്ഞു. കാരണം നിങ്ങൾ ചിലപ്പോൾ അത് എവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ? എനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ ആനിമൽ കിങ്ഡം ചാപ്റ്റർ ഇതുവരെ എടുത്തിട്ടില്ല. സെക്കൻഡ് ഇയർ, ഞാൻ ഈ ഫീൽഡിൽ 2ാമത്തെ വർഷമാണ്. ഓക്കെ, ഐഡന്റിഫൈ ദ കോമ്പണന്റ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം വിച്ച് ഡിസ്പ്ലേസ് ദ ഫീച്ചേഴ്സ് ഗിവൻ ബിലോ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഡബിൾ ലെയേർഡ്. ഇത് ഞാൻ പറയാത്തൊരു സാധനം വിട്ടുപോയതാണ്. നമ്മുടെ ലങ്സിനെ കവർ ചെയ്തിരിക്കുന്നത് പ്ലൂറ, ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ് അല്ലെ. അതിന്റെ ഉള്ളിൽ പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. ലങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു മെക്കാനിക്കൽ സ്ട്രെസ്സിൽ നിന്ന്, അതുപോലെ ഫ്രിക്ഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ് പ്ലൂറ. മീസോത്തീലിയത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് അത്. ഓക്കെ, അപ്പൊ പ്ലൂറ ഞാനത് പറഞ്ഞു. പ്ലൂറ. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട് കുറെ പേര്. ഔട്ടർ ലെയർ പ്ലൂറ ഡബിൾ ലെയർ ആണെന്ന് പറഞ്ഞു. അതിന്റെ ഔട്ടർ ലെയർ തൊറാസിക് വാളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നർ ലെയർ ലങ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഫിഗർ നമുക്കറിയാം. ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്യാൻ മറന്നുപോയതാണ്, വിട്ടുപോയതാണ്. സോറി. ദാറ്റ് ഈസ് ദ പ്ലൂറ, നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഇൻ അക്കോർഡൻസ് ടു ദെയർ ലൊക്കേഷൻ ഗിവൻ ബിലോ. പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ഫാരിങ്സ്. ഫാരിങ്സിന്റെ പോസ്റ്റീരിയർ പാർട്ടിൽ കാണുന്നത്
പ്രസന്റ് അറ്റ് ദ ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസിൽ കാണുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഈസോഫാഗസ്. ഏതാണ് സാധനം എന്നുള്ളതാണ്. ഡി ലാരിങ്സ്, എപ്പിഗ്ലോട്ടിസ്, ട്രക്കിയ. ഈസോഫാഗസിന്റെ മുമ്പിൽ ട്രക്കിയ ആണ് നമുക്കറിയാം. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, കഥയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കുറച്ച് പേര് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ആൻസർ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഞാനിത് ഇങ്ങനെ വിട്ട് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക, പറയുക എനിക്കത് മനസ്സിലായിട്ടില്ല എന്ന് പറയാ. നമ്മൾ ഉടനെ തന്നെ അത് ആൻസർ ചെയ്ത് പോകും കേട്ടോ. ഓക്കെ, ഫൈൻ. Next, identify which respiratory structure possesses the following features and choose the correct option accordingly. Found in mammals. Highly muscular and fibrous partition elevated. See, diaphragm. Diaphragm exclusively mammals-il കാണുന്നതാണ് കേട്ടോ. മാമൽസിൽ മാത്രമാണ് ഉള്ളത്. ഇപ്പൊ ആംഫീബിയൻസിൽ ലങ്സ് ഉണ്ട്, ചില ഫിഷിൽ ലങ്സ് ഉണ്ട്, റെപ്റ്റൈൽസിൽ ലങ്സ് ഉണ്ട്, ബേർഡ്സിൽ ലങ്സ് ഉണ്ട്. പക്ഷെ ഇവരുടെ ആരുടെയും ലങ്സിന്റെ ചോട എന്തില്ല? ഡയഫ്രം ഇല്ല. ഡയഫ്രം ഈസ് എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ ദ മാമൽസ്. ബാക്കി പറഞ്ഞതൊക്കെ വെർട്ടിബ്രേറ്റഡ് 4 ക്ലാസ്സുകളെ പറ്റിയാണ്. ക്ലാസ് ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റീലിയൻസ്, ഏവ്സ് എന്ന് പറഞ്ഞ വെർട്ടിബ്രേറ്റഡ് 4 ക്ലാസ്സുകളാണ് കേട്ടോ. ഓക്കെ ഓക്കെ. ഡയഫ്രത്തിനെ പറ്റി കൂടുതൽ ആൾക്കാർ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ആണ്. അറേഞ്ച് ദ ഗിവൺ സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ മെക്കാനിസം ഇൻ ദ ഓർഡർ. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, ഇത് ഉറപ്പാണ്. നമ്മൾ വിചാരിക്കണം, ചാടി കയറി പറയണ്ട, വായിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇത് ആൻസർ കണ്ടൂല്ലേ? ബി. സോറി, ഞാൻ തെറ്റ് ചെയ്തതാണ്. ഓക്കെ 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 ഓക്കെ. ഏതാണ്? ഞാൻ സ്റ്റെപ്സ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് സ്റ്റെപ്സ് ഇന്നതാണെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അത് ക്വസ്റ്റ്യൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയി. ഇൻട്രാ പൾമണറി പ്രഷർ റിമെയിൻ ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. There is a negative pressure in lungs than the atmosphere. Which of the two situations inspiration takes place? വേഗം പറ. സിയ. ബോത്ത് 1 and 2 എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ. എല്ലാവരും ഉറപ്പിക്കാമോ? കാരണം ഞാൻ പറഞ്ഞ എന്താണ്, നമ്മുടെ പ്രഷർ കുറയുന്ന അവസ്ഥേനെയാണ് നമ്മൾ നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, പൾമണറി പ്രഷർ കുറയുമ്പോഴാണ് പൾമണറി പ്രഷർ എന്ന് പറയുന്നത് ലങ്സിന്റെ ഉള്ളിലത്തെ പ്രഷർ, അല്ലെങ്കിൽ അതെന്താണ് തൊറാസിക് ക്യാവിറ്റിയുടെ അകത്തെ പ്രഷർ. അത് രണ്ടും എന്താണ്, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും കേട്ടോ. കാരണം എന്താണ്, തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ചേംബർ ആണ്. അതിൻ്റെ ഉള്ളിൽ അതിന് വേറെ അറ്റ്മോസ്ഫിയറുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചേംബറുമായിട്ടോ ക്യാവിറ്റി ആയിട്ടോ ഒന്നും യാതൊരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ഇൻട്രാ പൾമണറി പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. അത് കുറയുമ്പോഴാണ് നമ്മൾ അതിനെ നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എവിടെയാണോ നെഗറ്റീവ് പ്രഷർ ഉള്ളത്, എവിടെയാണോ ഇൻട്രാ പൾമണറി പ്രഷർ ലെസ് ആയിട്ടുള്ളത്, അത് പൾമണറിയുടെ ഉള്ളിലാണ്. സോ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലങ്സിന്റെ ഉള്ളിലേക്ക് പോകും, ഇൻസ്പിറേഷൻ നടക്കുന്ന സംഭവം കേട്ടോ. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ. കുറച്ച് പേര് മാത്രമേ ഈ ശുഷ്കാന്തിയോട് കൂടി ആൻസർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടും കേട്ടും വെറുതെ ഇരിക്കുകയാണ്. അവർ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ പോരെ എന്നുള്ള മനോഭാവം തെറ്റാണ്. ആൻസർ ശരിയായാലും തെറ്റാണെങ്കിലും ചാടിക്കേറി പറയണം. മനസ്സിലാവുന്നുണ്ടോ? ചാടിക്കേറി പറയാ. കുറച്ചു പേർക്ക് കിട്ടും, കുറച്ചു പേർക്ക് കിട്ടില്ല. കിട്ടാത്തവർ പഠിക്കണല്ലോ, പഠിച്ചാൽ കിട്ടുമല്ലോ. അങ്ങനെയാണല്ലോ. ഫൈൻ. Which of the following statement is false? Conducting part of the respiratory system transport the atmospheric air to alveoli. Conducting പാർട്ടും ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? കണ്ടക്ടിങ് പാർട്ട് പറഞ്ഞു, അതിന്റെ കൂട്ടത്തിൽ വേറൊരു പാർട്ടിന്റെ പേരും കൂടിയും പറഞ്ഞല്ലോ, റെസ്പിറേറ്ററി ട്രാക്ട്, കണ്ടക്ടിങ് സോൺ, റെസ്പിറേറ്ററി സോൺ എന്നൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എത്ര പേരാ ചാടി കയറി ആൻസർ പറയുന്നത്? ഓക്കെ. ഫാൾസ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റത്? എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് ദ ആക്ച്വൽ സൈറ്റ് വിച്ച് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്. നൺ ഓഫ് ദ എബവ്. കണ്ടക്ടിങ് പാർട്ട്. ഡി, നൺ ഓഫ് ദ എബവ് ആണ് ആൻസർ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും ആൻസർ ചെയ്യുന്ന കാരണമാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഐ തിങ്ക് യു നോ ഇറ്റ്. പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ വലിയ കഥകൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫൈൻ. ലാരിങ്സ് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ. പറഞ്ഞ ലാരിങ്സ് പ്രസന്റ് ബിറ്റ്വീൻ ലാരിങ്സ്, epiglottis and glottis, trachea and bronchiole, epiglottis and trachea, bronchioles and bronchus and epiglottis. Trachea and bronchiole, epiglottis and glottis, epiglottis and trachea. നിറയെ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നു. എപ്പിഗ്ലോട്ടിസിന്റെയും ട്രക്കിയയുടെയും ഇടയിലാണ് നമുക്ക് ലാരിങ്സ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ടുള്ള ഫിഗർ ഉണ്ട്. എവിടെ? ഫസ്റ്റ് തന്നെ ഉണ്ട് കണ്ട, ഫസ്റ്റ് പേജിൽ കിടക്കുന്ന ഫിഗർ ഒന്നും നമ്മൾ നോക്കാൻ മറക്കരുത് കേട്ടോ.
നോക്കാൻ മറക്കരുത്. അതിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എപ്പിഗ്ലോട്ടിസ്, ലാരിങ്സ്, ദെൻ ട്രക്കിയ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫിഗർ ഒക്കെ ശ്രദ്ധാപൂർവം പഠിക്കുക. 2 ഇമ്പോർട്ടന്റ് ഫിഗറുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, അതും നിങ്ങൾ മറക്കാതെ പഠിക്കുക. ഓക്കെ, ഫൈൻ. On an average, healthy human breathes 12 to 16 times per minute. ഞാൻ പറഞ്ഞതാണ്, the volume of air involved in breathing movements can be estimated by spirometer. നമ്മൾ സ്പൈറോമീറ്റർ വെച്ചിട്ടാണ് ഇത് അളക്കുന്നത് കേട്ടോ. എത്രമാത്രം വോളിയം നമ്മൾ എക്സ് ആക്സിസിലെ ഇട്ടില്ലേ, വോളിയം ഇട്ടില്ലേ, അത് നമ്മൾ അളക്കുന്നത് എപ്പോഴാണ്, എന്തുപയോഗിച്ചിട്ടാണ്, സ്പൈറോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നമ്മളെ ടൈഡൽ വോളിയം അളന്നില്ലേ, അത് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞത് സ്പൈറോമീറ്റർ വെച്ചിട്ടാണ്. ഡയഫ്രം ഈസ് യൂസ്ഫുൾ ഇൻ ബോത്ത് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇൻകറക്റ്റ്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഡി പറയുന്നുണ്ട്. ഡി. ഓക്കെ ഓക്കെ ഓക്കെ, കുറെ പേര് ഡി പറഞ്ഞതുകൊണ്ട് അതുകൊണ്ടല്ല, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അത് സെലക്ട് ചെയ്ത് പെട്ടെന്ന് ഡയഫ്രത്തിന്റെ റോളൊക്കെ ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും പറഞ്ഞതാണ്. എക്സ്പിറേഷനിൽ പാസീവ്ലി ഹെൽപ്ഫുൾ ആണ്, ഇൻസ്പിറേഷനിൽ ആക്റ്റീവ്ലി ഹെൽപ്ഫുൾ ആണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായോ? ഇൻസ്പിറേഷൻ ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം. അത് എക്സ്പിറേഷൻ ആകുമ്പോൾ എന്താണ്, അത് പാസീവ്ലി അത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. മാച്ച് ദ ഫോളോയിങ്. ടൈഡൽ വോളിയം എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയാം. നോക്കാം. ഇതിൽ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഏതാണ്ട് നമുക്ക് അതിന് ബിയും സിയും ഡി ഒക്കെ ഒരേ ആൻസർ തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ബി സി ഡിയിൽ ഒരെണ്ണാന്ന് നമ്മൾ ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം IRV എത്രയാണ്? 2500 മുതൽ 3000 വരെ എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ സിയും ഡിയിലും ഏതാണ് ഒന്നാണെന്ന് ഉറപ്പിക്കും. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എത്രയാണ്? വേഗം പറഞ്ഞ 1000 മുതൽ 1100 ml വരെ എന്നുള്ളത് കിട്ടി. അപ്പൊ ആൻസർ കിട്ടി. ഓക്കെ 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 11D. ഓക്കെ ഓക്കെ ഓക്കെ, ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരി, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഗിവൺ സ്റ്റെപ്സ് ഓഫ് എക്സ്പിറേഷൻ ഇൻ ദ സീക്വൻസ് ഓഫ് ഇവന്റ് ഓക്കറിംഗ് ഫസ്റ്റ്. വേഗം അറേഞ്ച് ചെയ്തു. സിമ്പിൾ ആണ്. ഒന്ന് ലോജിക്കലായിട്ട് ചെറുതായിട്ടൊന്ന് ആദ്യം ആരൊക്കെ മസിലുകളാണ് എന്നുള്ളത് ആലോചിച്ചാൽ മതി. റെസ്പിറേഷനിലെ റോള് മസിലാണ്. മസിലിന് ആകെ 2 ഫംഗ്ഷനേ ഉള്ളൂ. ഒന്ന് കൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ആക്റ്റീവ് ആണെങ്കിൽ കൺട്രാക്ഷൻ, ആക്റ്റീവ് ഈസ് കൺട്രാക്ഷൻ. അവർ കൺട്രാക്ട് ചെയ്യുന്നതാണ് മസിലിന്റെ ആക്റ്റീവ് ഫംഗ്ഷൻ ഈസ് കൺട്രാക്ഷൻ. അപ്പൊ എക്സ്പിറേഷൻ ആണ്, റിലാക്സേഷൻ ആണ്. അപ്പൊ ആദ്യം റിലാക്സേഷൻ ആണ് വരേണ്ടത് അല്ലേ? റിലാക്സേഷൻ. റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ കൺട്രാക്ട് ചെയ്യുമ്പോൾ പൾമണറി വോളിയം ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞേ. റിലാക്സ് ചെയ്യുമ്പോൾ റെഡ്യൂസ് ചെയ്യുന്നു. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൾമണറി പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോ എക്സ്പെൽഷൻ. നോക്കട്ടെ. ബി. കുറെ പേര് ആൻസർ ചെയ്തിട്ടുണ്ട് ബി. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഇങ്ങനെ ആലോചിച്ചത് ആൻസർ ചെയ്യണം. പേര് വായിക്കണോ? വേണ്ടല്ലോ, കിട്ടുന്നുണ്ടല്ലോ. ശരി, ഐ വിൽ ടേക്ക് 10 minutes മോർ. ഐ തിങ്ക് ഒരു 10 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 4:30 വരെ അല്ലേ ക്ലാസ് പറഞ്ഞേ. 10 മിനിറ്റ് എക്സ്ട്രാ എടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് വേറെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ് അല്ലേ ഇത്? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഗിവൺ സ്റ്റെപ്സ് ബൈ വിച്ച് ദ പൾമണറി വോളിയം ഇൻക്രീസസ് ഇൻ ദ സീക്വൻസ് ഓഫ്. ഇത് അതുപോലെ തന്നെ നേരെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഇത് സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ്. കുറെ പേരെ ആൻസർ ചാടി കയറി ബി പറഞ്ഞിട്ടുണ്ട്. ഞാനത് സ്കിപ്പ് ചെയ്തു, കാരണം സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, എക്സ്പിറേറ്ററി കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡുവൽ വോളിയം, വൈറ്റൽ കപ്പാസിറ്റി. ഇപ്പൊ നിങ്ങൾക്ക് അത് പുല്ലുപോലെ ചെയ്യാൻ പറ്റണം. ഉറപ്പ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പ്. ഞാൻ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് കുറെ നോക്കിയിട്ടുള്ള കാരണം പറയുന്നതാണ് കേട്ടോ. ഉറപ്പ്. സാധ്യത ഉള്ള ക്വസ്റ്റ്യൻ ആണ്, സാധ്യത ഉള്ളതാണ്. അത് ആ ഫിഗർ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം നമ്മളൊന്ന് വരച്ച് പഠിച്ചാൽ കിട്ടും. എന്താണെന്നുള്ളത് കിട്ടും കേട്ടോ. ബി. കുറെ പേര് ബി പറഞ്ഞു. ഓക്കെ, ഫൈൻ. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് കേട്ടോ. വായിച്ചിട്ട് വരാൻ പറഞ്ഞ വായിച്ചിട്ട് വരുന്നുണ്ട്, ചെയ്തിട്ട് വരാൻ പറഞ്ഞ ചെയ്തിട്ട് വരുന്നുണ്ട്, ക്ലാസ്സിൽ ആൻസർ ചെയ്യുന്നുണ്ട്. ബെറ്റർ. അതുകൊണ്ട് ഐ സ്ട്രോങ്ലി സജസ്റ്റ് ദാറ്റ് എങ്ങാനും ഒരു കാരണം കൊണ്ട് നമുക്ക് ഇപ്രാവശ്യത്തിന് മാർക്ക് കുറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നല്ല കുട്ടികളാണ്, സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടികളാണ്. ഐ ലൈക്ക് യു വെരി മച്ച്. ഫൈൻ. In the given diagram, identify what is depicted by A, B, C. ഇതിൽ ഇടയിൽ കുറെ വേന്ദ്രന്മാരുണ്ടാവും. ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ട് കണ്ട് ഇങ്ങനെ മിണ്ടാതിരുന്ന് പോകുന്ന ആൾക്കാരുണ്ട്. അവരങ്ങനെ ഇരിക്കരുത്. കണ്ടോ, അത് കുട്ടികളുടെ മുഖം കാണാത്ത ഏർപ്പാടാണ് ഇപ്പോഴേ. കുട്ടികളുടെ റെസ്പോൺസ്. നിങ്ങൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. TV വെച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. സോ ഞാൻ ഒരു ശൂന്യതയോട് സംസാരിക്കുന്ന ഫീലിംഗ് ആണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ പറ്റിക്കരുത്, അവിടെ ഇരുന്ന് ചീറ്റിംഗ് ചെയ്യരുത്. ആത്മാർത്ഥമായിട്ട് ക്ലാസ് കേൾക്കുക. ഇതിൽ ഡയഗ്രാം തന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ അവിടെ വിടാണ്. ചെറിയ ചെറിയ പ്രിന്റിംഗ് എറേഴ്സ് ആണത്. ബുക്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയഗ്രാം നിങ്ങളുടെ തന്നതിൽ ഡയഗ്രാം ഉണ്ടോ?
ഓക്കെ, അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ഇല്ല, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ അവിടെ വിട്ടേക്കുക, കുഴപ്പമില്ല. അറേഞ്ച് ദ ഗിവൺ സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ ഇൻ ദ സീക്വൻസ് ഓഫ് ഇവന്റ് ദേ ഒക്കർ. റെസ്പിറേഷന്റെ സീക്വൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ? റെസ്പിറേഷന്റെ സീക്വൻസ് ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ആക്ച്വലി, ഞാൻ അതവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വൽ സീക്വൻസ് വരേണ്ടത് 4 1 2 5 3 എന്നുള്ളതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഇല്ല, അത് ഓപ്ഷൻ ഇല്ല എന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അത് കറക്റ്റ്, അത് ചെറിയ ടൈപ്പോഗ്രാഫിക്കൽ എറേഴ്സ് വരുന്നതാണ്. നമുക്കത് മാത്സിലൊക്കെ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, എന്നാലും നമ്മുടെ കണ്ണിൽ പെടാത്ത ചില സാധനങ്ങൾ ഇങ്ങനെ കിടക്കും. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഈ പ്രാവശ്യം വന്നതാണ്. അതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ വരേണ്ടത് 4 1 2 5 3 ആണ്. അത് ഞാൻ വായിച്ചു നോക്കി ഇപ്പൊ ചെയ്തതാണ് നിങ്ങൾക്ക്, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ അത് നോട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഇത് സീക്വൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കറക്റ്റ് ആയിട്ട്. പാർഷ്യൽ പ്രഷർ, റെസ്പിറേറ്ററി ഗ്യാസ്, ആൽവിയോളയിൽ എത്രയാ വരുന്നത് എന്നുള്ളത് ടേബിള് പഠിക്കേണ്ടതിന്റെ ആവശ്യമാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത്. ടേബിള് പഠിക്കണം. ടേബിള് പഠിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ചേർത്ത് പഠിക്കുക കേട്ടോ. ബി, അത് നമുക്കറിയാം, കറക്റ്റ് ആണ്. ബി 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 ആൻസർ വന്നു തുടങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, ആർക്കും ഡൗട്ട് ഒന്നുമില്ല. പിന്നെ ആസ്മ എന്താണ്? ബ്രോങ്കൈറ്റിസ്, റൈനൈറ്റിസ്, എംഫിസിമ. റൈനൈറ്റിസ്, റൈനോ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? റൈനോ, റൈനോ ഏത്? റൈനോ, നോ നോ നോ, ഐ ആസ്ക്ഡ് വാട്ട് ഈസ് റൈനോ. റൈനോ, റൈനോ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? റൈനൈറ്റിസ് came from rhino, nose അല്ലെ? റൈനോസറസ്, റൈനോ, റൈനോ മൂക്കിന്റെ മുകളിൽ കൊമ്പുള്ളത് കൊണ്ടാണ് അതിന് ആ പേര് വന്നത്. മൂക്ക്, റൈനോ മൂക്കാണ് കേട്ടോ. അതുപോലെ കോവിഡിനെ പറ്റിയിട്ടൊക്കെ ചെറുതായിട്ടൊന്ന് പഠിച്ചോ കേട്ടോ. കോവിഡ് എന്താണെന്നൊക്കെ അറിയാലോ, കൊറോണ വൈറൽ ഡിസീസ് 2019 കേട്ടോ. 2019 അത് ഏതൊക്കെ ഓർഗൻസിനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചോ കേട്ടോ. ചിലപ്പോ ചോദിച്ചാലോ, അവർക്ക് ചിലപ്പോ തോന്നും പഴയ ഉണ്ടാക്കി വെച്ച പേപ്പറൊന്നും വേണ്ട, പുതിയ പേപ്പർ മതി. ലങ്സ്, ലങ്സ്, ഓക്കെ ഫൈൻ ഫൈൻ, അത് കിട്ടും. അപ്പൊ ഇതിൽ ആസ്മ, ആസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്മ, ബ്രോങ്കൈറ്റിസ്, റൈനൈറ്റിസ്, എംഫിസിമ, അതൊക്കെ ഫുള്ളി ബ്ലോൺ ഔട്ട് ആൽവിയോളൈ. ഞാൻ പറഞ്ഞാണ് ആൽവിയോളൈക്ക് സംഭവിക്കുന്നതാണ് എംഫിസിമ എന്നൊക്കെ പറഞ്ഞാണ്. ബ്രോങ്കസിന് സംഭവിക്കുന്ന ഇൻഫ്ലമേഷൻ ആണ് ബ്രോങ്കൈറ്റിസ്. ആസ്മയും അത് തന്നെയാണ് ആക്ച്വലി. സ്പാസം ഓഫ് ട്രക്കിയൽ മസിൽ, അതാണ് ആസ്മ നമ്മൾ സാധാരണ കേസിൽ പറയാറ്. ആസ്മ സ്പാസം, കാരണം അവർക്ക് നല്ല പെയിൻഫുൾ ആയിരിക്കും. നമ്മുടെ ട്രക്കിയൊക്കെ ട്യൂബുലാർ, മസ്കുലാർ ആണ് അല്ലെ. അപ്പൊ അതിന് വരുന്ന സ്പാസംസ് ആണ് നമ്മൾ ആസ്മ എന്നൊക്കെ നമ്മൾ സാധാരണ കേസിൽ പറയുന്നത്. ഇൻഫ്ലമേഷൻ തന്നെയാണ്, അല്ലായികയൊന്നുമില്ല. ഓക്കെ ഫൈൻ, അത് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ ഇതില്. എംഫിസിമയുടെ കേസൊക്കെ പറഞ്ഞാണ്. ബ്രോങ്കൈറ്റിസ്, റൈനൈറ്റിസ് എന്നൊക്കെ പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ആണ് ആക്ച്വലി. ഫൈൻ, ഓക്കെ, അത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഷാൽ ഐ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഫൈൻ, ഓക്കെ ഓക്കെ ഓക്കെ. ഹൈപ്പോനിയ, ഹൈപ്പർനിയ, എപ്നിയ, ഡിസ്നിയ, ഓർത്തോനിയ. എന്താ അത്? നിയ മീൻസ് റിലേറ്റഡ് ടു ബ്രീതിങ് ആണ്. ഇത് ടോട്ടലി നമ്മുടെ സിലബസിന്റെ പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വേണ്ട ആൾക്കാർക്ക് എപ്നിയ അറിയാം, ഡിസീസ് ഇല്ല എന്നുള്ളത് അറിയാം. ഈ എന്താ പറയാ, പെയിൻഫുൾ ബ്രീതിങ്ങും ഡിഫിക്കൽട്ട് ബ്രീതിങ്, ഹൈപ്പർനിയയും അതുപോലെ ഓർത്തോനിയ, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനം. ഡിസ്നിയ, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഇതാണ് കേട്ടോ. അതായത് ഹൈപ്പോനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്ലോ ബ്രീതിങ്, അത് ആ വാക്കിൽ നിന്ന് നമുക്കറിയാം. ഹൈപ്പർനിയ റാപ്പിഡ് ബ്രീതിങ്, അത് ആ വാക്കിൽ നിന്ന് നമുക്കറിയാം. എപ്നിയ നോ ബ്രീതിങ്. ഡിസ്നിയയും ഓർത്തോനിയയും, ഡിസ്നിയ ഓർത്തോനിയ രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഡിസ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെയിൻഫുൾ ബ്രീതിങ് ആണെന്ന് ഓർത്ത് വെക്കുക, അത്രേ ഉള്ളൂ. ഇത് ചില മിക്കവാറും സമയങ്ങളിൽ നമുക്ക് ഹാർട്ട് അറ്റാക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ വരുന്നതാണ്. ഓർത്തോനിയ, കിടക്കുമ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള, ഇതൊക്കെ ക്ലിനിക്കൽ കണ്ടീഷൻസ് ആണ്. നമുക്ക് ഇതൊന്നും ചോദിക്കുന്നത് എനിക്ക് വിശ്വാസമില്ല. കാരണം എന്താ പറയാ, ഔട്ട് ഓഫ് സിലബസ് ആണ്, ഔട്ട് ഓഫ് സ്കോപ്പ് ആണ്. ക്ലിനിക്കൽ, നിങ്ങൾ MBBS ചേർന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. ഓർത്തോനിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ഇരുന്നാൽ മാത്രമേ ശ്വസിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് ഓർത്തോനിയ എന്ന് പറയുന്നത്. ഡിസ്നിയ എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ബ്രീതിങ്, പലപ്പോഴും ഹാർട്ട് അറ്റാക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു ദ എക്സ്പ്ലനേഷൻ, ബട്ട് nothing related with the syllabus. Okay, which of the following is correct statement regarding the process of respiration? Cigarette smoking lead to the inflammation of nasopharynx. Actually inflammation of nasopharynx ഉണ്ട്, പക്ഷെ ടെക്സ്റ്റിൽ അതില്ലാത്തതുകൊണ്ട് അത് ഇവിടെ തെറ്റാണെന്ന്. പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ടെക്സ്റ്റിൽ അതില്ല, അതുകൊണ്ട് ഇവിടെ തെറ്റാണെന്നുള്ളതാണ്. നമ്മൾ
അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് സിഗരറ്റ് സ്മോക്കിംഗ് ലീഡ്സ് ടു എംഫസീമ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, എംഫിസീമ അല്ലേ? അപ്പൊ അത് ഇവിടെ നമ്മൾ അവോയ്ഡ് ചെയ്ത് നമ്മൾ ഇല്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ എടുക്കുക. ആക്ച്വലി സിഗരറ്റ് വലിച്ച മൂക്ക് മുതലേ ആൽവിയോളെ വരെ അടിച്ചു പോകും, ഇൻഫ്ലമേഷൻ വരും കേട്ടോ. ന്യൂറൽ സിഗ്നൽസ് ഫ്രം ദ ന്യൂമോടാക്സിക് സെന്റർ ഇൻ ദ പോൺസ് റീജിയൻ ഓഫ് ദ ബ്രെയിൻ കാണ്ട് ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ. തെറ്റാണ്, ഞാൻ പറഞ്ഞാണ് ഇൻസ്പിറേഷൻ ഡ്യൂറേഷൻ ടൈമും വോളിയും ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. Workers in grinding, stone breaking industries may suffer from lung fibrosis. അത് കറക്റ്റ് ആണ്. About 90% of carbon dioxide carried out by hemoglobin. തെറ്റല്ലേ? കാർബാമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടല്ലോ, ബൈകാർബണേറ്റ് അയോൺ ആയിട്ടല്ലേ? ഡിയാ, ഇതിൽ എങ്ങനെ ഡി വരുന്നു? നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ. ഇമ്രാൻ ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങളുടെ അശ്രദ്ധ കോസ് 5 മാർക്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞു. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയമുണ്ട്, നാളെ എക്സാം ഉണ്ട്. പഠിക്കുക, നല്ലപോലെ പഠിച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ ബ്രീതിങ് പർട്ടിക്കുലർലി ഡിസോസിയേഷൻ കർവ്, അതുപോലെ വോളിയംസ്, കണ്ടക്ടിങ് പാത്വേസ്, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇതാണ് ഇമ്പോർട്ടന്റ് ചാപ്റ്ററിലെ. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. സോ ഷാൽ ഐ വൈൻഡ് അപ്പ് ടുഡേ? ഓക്കെ, ഓക്കെ സ്റ്റുഡൻസ്, ബൈ. സോ ആരെങ്കിലും ഉണ്ടോ? സ്റ്റാഫ് ആരെങ്കിലും? ശരി, എന്റെ ആക്കട്ടെ. എൻഡ് ചെയ്തോളൂ കേട്ടോ, ഞാൻ ലീവ് ചെയ്തു. താങ്ക് യു സർ.